രക്തക്കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്നോരമ്മയെ നിന്ദിക്കരുതേ നീ ഒരു നാളും. രക്തക്കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്നോരമ്മയെ നിന്ദിക്കരുതേ നീ ഒരു നാളും. യേശുവിൻ്റെ മുന്നിൽ നിനക്കായെന്നും പ്രാർത്ഥിക്കുന്നോരമ്മയെ നിന്ദിച്ചിടല്ലേ. യേശുവിൻ്റെ മുന്നിൽ നിനക്കായെന്നും പ്രാർത്ഥിക്കുന്നോരമ്മയെ നിന്ദിച്ചിടല്ലേ. രക്തക്കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്നോരമ്മയെ നിന്ദിക്കരുതേ നീ ഒരു നാളും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഹെവൻലി ടച്ച് ലൈവ് ശുശ്രൂഷയിലേക്ക് നിങ്ങളേവരെയും വലിയ സ്നേഹത്തോടെ യേശുനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകം തുടർന്നു വരുന്ന ഓരോ ശുശ്രൂഷകളിലും വെളിപ്പെടാൻ വേണ്ടി വലിയ ദാഹത്തോടെ നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. കർത്താവ് ഇടപെടാൻ പോകുന്ന അത്ഭുത നിമിഷങ്ങളാണ് വരാൻ പോകുന്നത്. പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട സജുവച്ചൻ നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ ഓരോ ശുശ്രൂഷകളെയും നയിക്കുന്നത് സജുവച്ചൻ്റെ കീഴിലാണ്. നമുക്ക് വേണ്ടി ശക്തിയോടെ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കുന്നുണ്ട് അച്ഛൻ. പ്രത്യേകമായി സെൻറ് മേരീസ് ധ്യാന കേന്ദ്രത്തിലെ തൃശ്ശൂർ അതിരൂപതയിലെ സെൻറ് മേരീസ് ധ്യാന കേന്ദ്രത്തിലെ ഡയറക്ടർ അച്ഛനാണ്. കീഴ്പള്ളിക്കര പള്ളിയിലെ വികാരി അച്ഛനും കൂടിയാണ്. അച്ഛൻ്റെ സാന്നിധ്യവും ശുശ്രൂഷയും നമുക്കെല്ലാവർക്കും വലിയ അഭിഷേകമാണ്. പ്രിയപ്പെട്ടവരെ, അച്ഛന് വലിയ സ്നേഹത്തോടെ യേശുനാമത്തിൽ ഈ ശുശ്രൂഷയെ നയിക്കാൻ വേണ്ടി വലിയ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് പരിശുദ്ധ അമ്മയുടെ കൂട്ടായ്മയിൽ ഈ ലൈവ് ശുശ്രൂഷയുടെ മേൽ ആത്മാവിൻ്റെ അഗ്നി വ്യാപരിക്കുന്നത് മുന്നിൽ കണ്ടുകൊണ്ട് അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ആയിരിക്കുന്നത് നമ്മുടെ കേരളക്കരയിലെ വലിയൊരു വിശുദ്ധയാണ്, വിശുദ്ധ മറിയം ത്രേസ്യ അമ്മയുടെ ഖബറിടം സ്ഥിതി ചെയ്യുന്ന കുഴിക്കാട്ടിശ്ശേരി ആശ്രമത്തിലാണ് നമ്മൾ ഈ സമയത്തായിരിക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അമ്മ ഈ സമയം നമുക്ക് വേണ്ടി പ്രത്യേകം അമ്മ നമുക്ക് വേണ്ടി നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ഞാൻ ഈ ഗേറ്റ് കഴിഞ്ഞ് വന്നപ്പോൾ അമ്മയുടെ ഒരു വചനം എന്നെ വളരെയധികം ആകർഷിച്ചു. അതിങ്ങനെയാണ് അമ്മ പറയുന്നത്, ഇങ്ങനെയാണ്: എല്ലാ അറിവിനേക്കാളും വലിയ അറിവ് ദൈവ അറിവാണ്. മദർ മറിയം ത്രേസ്യ പഠിപ്പിക്കുകയാണ്, എല്ലാ അറിവിനേക്കാളും വലിയ അറിവ് ദൈവ അറിവാണ്. ഹല്ലേലൂയ. ഈ സാബത്ത് ദിനത്തിലെ ഈ ശുശ്രൂഷയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ ഞായറാഴ്ച ഒരു 3 മണി കഴിഞ്ഞിട്ടുള്ള 3:30 കൂടിയിട്ടുള്ള സമയമാണ്. ഈ സമയത്ത് ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ശരിക്കും ഈ സാബത്തിൻ്റെ വലിയൊരു അഭിഷേകം നമ്മൾ നിറയപ്പെടുന്നതിന് വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അച്ഛൻ ചൊല്ലി തരുന്ന പ്രാർത്ഥന നേരിട്ട് ചൊല്ലാവോ? നമുക്ക് ഇങ്ങനെ ചൊല്ലാൻ സാധിക്കുന്നവരൊക്കെ കുറേ കൂടെ ഏകാഗ്രതയോടുകൂടി പറ്റുവാണെങ്കിൽ കണ്ണുകളൊക്കെ അടച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഇങ്ങനെ ചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, രക്ഷിതാവായ യേശുവേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. യേശുവേ, യേശുവേ, ഈ സാബത്ത് ദിനത്തിൽ അവിടുത്തെ പരിശുദ്ധ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ അനേകരിൽ നിന്ന് ഞങ്ങളെ വിളിച്ചു ചേർത്തതിനെ ഓർത്ത് നന്ദി പറയുന്നു. യേശുവേ, നിന്റെ അത്ഭുതകരമായ അഭിഷേക ശക്തി ഇപ്പോൾ തളർന്നിരിക്കുന്ന ഓരോ മകനിലേക്കും ഓരോ മകളിലേക്കും വ്യാപരിക്കട്ടെ. പരിശുദ്ധ കന്യകാ മാതാവേ, വിശുദ്ധ യൗസേ പിതാവേ, വിശുദ്ധ മിഖായേലേ,
വിശുദ്ധ മറിയം ത്രേസ്യായെ ഞങ്ങൾക്ക് വേണ്ടി കുടുംബങ്ങൾക്ക് വേണ്ടി തളർന്നിരിക്കുന്ന ഓരോ ദാസിദാസന്മാർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് അല്പം കരങ്ങൾ ഉയർത്തി നമുക്ക് സ്വതന്ത്രമായിട്ടൊന്ന് സ്തുതിച്ച് ഈ ശുശ്രൂഷയെ മുഴുവൻ ദൈവപിതാവിന്റെ സന്നിധിയിൽ സമർപ്പിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഗ്ലോറി, 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 ഗ്ലോറി. കർത്താവേ, മഹത്വം കർത്താവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, 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 ആരാധിക്കുന്നു. ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, വരിക പരിശുദ്ധാത്മാവേ, വരിക, വരിക പരിശുദ്ധാത്മാവേ, ഓ വരിക പരിശുദ്ധാത്മാവേ, 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 ഈ കൂട്ടായ്മയിലേക്ക് വ്യാപരിക്കണമേ. ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ, 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 വരിക, വരിക ഞങ്ങളിൽ നീ, പരിശുദ്ധാത്മാവേ. ആഗ്രഹത്തോടെ പാടി പ്രാർത്ഥിക്കുന്നു. വരിക, വരിക ഞങ്ങളിൽ നീ, പരിശുദ്ധാത്മാവേ. ഈ സമയത്തിൽ ഞങ്ങളുടെ മേൽ വരണമേ പരിശുദ്ധാത്മാവേ. വരിക, വരിക, വരിക നീ, പരിശുദ്ധാത്മാവേ. ആവർത്തിച്ച് പാടുന്നു. വരിക, വരിക ഞങ്ങളിൽ നീ, പരിശുദ്ധാത്മാവേ. ശൂന്യമായിരിക്കുന്ന അവസ്ഥയുടെ മേൽ വരിക. വരിക, വരിക ഞങ്ങളിൽ, പരിശുദ്ധാത്മാവേ. തളർന്നിരിക്കുന്ന അവസ്ഥകളിലേക്ക് വരിക. വരിക, വരിക ഞങ്ങളിൽ, പരിശുദ്ധാത്മാവേ. ശൂന്യമായിരിക്കുന്ന ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് വരിക. വരിക, വരിക ഞങ്ങളിൽ, പരിശുദ്ധാത്മാവേ. പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരിക. വരിക, വരിക ഞങ്ങളിൽ, പരിശുദ്ധാത്മാവേ. ആയിരിക്കുന്ന ഇടങ്ങളിൽ കരങ്ങൾ അല്പം ഉയർത്തി ഉറക്കെ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ. വരിക, വരിക ഞങ്ങളിൽ, Oh, Holy Spirit. പരിശുദ്ധാത്മാവേ. സ്വർഗ്ഗത്തിന്റെ അഗ്നി വ്യാപരിക്കട്ടെ. വരിക, വരിക ഞങ്ങളിൽ, A heavenly touch. സ്വർഗ്ഗത്തിന്റെ സ്പർശം. ഓ കർത്താവേ, ഇപ്പോൾ ആയിരിക്കുന്ന ഓരോ ദാസിദാസന്മാരിലേക്ക് വ്യാപരിക്കട്ടെ. വരിക, വരിക തളർച്ചയിലേക്ക് വ്യാപരിക്കട്ടെ. കൃപകൾ ഒഴുകട്ടെ. പരിശുദ്ധാത്മാവേ. വരിക, വരിക ഞങ്ങളിൽ, പരിശുദ്ധാത്മാവേ. അമ്മേ മാതാവേ, വിശുദ്ധരെ, വിശുദ്ധ മറിയം ത്രേസ്യായെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഈ ശുശ്രൂഷ വിവിധങ്ങളായ മാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ ദാസന്മാരെയും ഇവരുടെ ജീവിത നിയോഗങ്ങളെയും ഒന്ന് ആശീർവദിക്കണമേ. ഓ കർത്താവെ, തടക്കദോഷത്തിന്റെ പിടിയിൽ വിട്ടിരിക്കുന്ന മക്കൾ ഈ സമയം തന്നെ വിടുതൽ പ്രാപിക്കട്ടെ. നിരാശയുടെ പിടിയിൽ അമർത്തപ്പെട്ടിരിക്കുന്ന മക്കൾ ഈ സമയം യേശുനാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ സമയം ഈ ശുശ്രൂഷ വലിയൊരു അനുഗ്രഹമായി തീരട്ടെ.
ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. Praise the Lord. Praise the Lord. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ ശുശ്രൂഷയുടെ ആദ്യ ദിനത്തിൽ, ആദ്യ നിമിഷങ്ങളിൽ സഹോദരങ്ങളെ, കർത്താവ് നമുക്ക് നൽകുന്ന വചനം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 7-ാം തിരുവചനം. അവിടെ വചനം പഠിപ്പിക്കുകയാണ്. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും; അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും; മുട്ടുവിൻ, നിങ്ങൾക്ക് തുറന്നു കിട്ടും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും; അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും; മുട്ടുവിൻ, നിങ്ങൾക്ക് തുറന്നു കിട്ടും. സഹോദരങ്ങളെ, ഈ സാബത്ത് ദിനത്തിൽ ഒരുപക്ഷെ കുറേ പേർക്കൊക്കെ ദേവാലയത്തിൽ പരിശുദ്ധ ബലി അർപ്പിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ടായിരിക്കും. കുറേ പേര്, പ്രത്യേകിച്ച് 65 വയസ്സൊക്കെ കഴിഞ്ഞവർ, അവരായിരിക്കും ഒരുപക്ഷെ ഏറ്റവും തീക്ഷ്ണമായിട്ട് ബലിയർപ്പിക്കാനൊക്കെ ആയിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവർക്ക് ടെലിവിഷനിലും മറ്റൊക്കെ ആയിരിക്കും ഒരു കുർബാന കണ്ടിരിക്കുന്നത്. അങ്ങനെ പ്രിയ സഹോദരങ്ങളെ, പല രീതിയിൽ നമ്മൾ ബലിയർപ്പിച്ചിട്ടാണ് ഈ സമയത്ത് ഈ ഒരു മധ്യാഹ്നത്തിൽ നമ്മളായിരിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, കർത്താവിൻ്റെ വാഗ്ദാനമാണത്. വചനത്തിലൂടെ കർത്താവ് നമ്മോട് പറയുന്ന വാഗ്ദാനമാണ്. മക്കളെ, ചോദിക്കുക; മക്കളെ, നിങ്ങൾ അന്വേഷിക്കുക; മക്കളെ, നിങ്ങൾ യേശുവിൻ്റെ വാതിൽക്കൽ മുട്ട്, നിങ്ങൾക്ക് ലഭിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പ്രിയ സഹോദരങ്ങളെ, ഈ ശുശ്രൂഷയിൽ ശരിക്കും അനേകം അച്ഛൻ കണ്ടൊരു കാര്യമാണ്. അതായത് ഈ ശുശ്രൂഷകളിൽ, ടെലിവിഷൻ ശുശ്രൂഷകളിൽ ശരിക്ക് ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതകരമായ വിധത്തിൽ കർത്താവ് ഇടപെടുന്നത് അച്ഛൻ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഹെവൻലി ടച്ച് എന്ന പ്രോഗ്രാമിൽ തന്നെ അനേകരെ ബ്രദർ ജസ്റ്റിനെയും ശുശ്രൂഷകരെയൊക്കെ വിളിച്ച് ഞങ്ങളെ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തപ്പോൾ, ഈ ഒരു ടെലിവിഷൻ ശുശ്രൂഷയിൽ പങ്കെടുത്തപ്പോൾ, ഈ ഒരു മാധ്യമത്തിലൂടെയുള്ള ശുശ്രൂഷയിലൂടെ ഞങ്ങൾ പങ്കെടുത്തപ്പോൾ, ഹൃദയം നുറുങ്ങി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ബ്രദറെ, അച്ഛ, അത്ഭുതകരമായിട്ട് ഇടപെട്ട സംഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടെന്ന് പറഞ്ഞ് അനേകം പേര് തങ്ങളുടെ യേശു ഈ ശുശ്രൂഷയിലൂടെ ഇടപെട്ട കാര്യങ്ങൾ അനേകര് ഫോൺ ചെയ്തും കത്തെഴുതിയൊക്കെ മറ്റു പറഞ്ഞ കാര്യങ്ങൾ അച്ഛൻ അറിയാം. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് നീ വലിയ ദുരിതത്തിലാണെങ്കിൽ, നീ വലിയ തകർച്ചയിലാണെങ്കിൽ, പ്രതിസന്ധിയിലാണെങ്കിൽ, പ്രിയ മകനെ, പ്രിയ മകളെ, നീ നിരാശനാകരുത്. നീ പ്രത്യാശയോട് കൂടിയിട്ട് ഈ ശുശ്രൂഷയിൽ യേശു നാമത്തിൽ നീ വിളിച്ച് പ്രാർത്ഥിക്കണം. ഈ സമയം നമുക്ക് വേണ്ടി നമ്മളൊരു ജ്യേഷ്ഠ സഹോദരി, ഈ കേരളത്തിൽ നിന്ന് തന്നെയുള്ള നമ്മുടെ മറിയം ത്രേസ്യ അമ്മ നമുക്ക് വേണ്ടി ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കൾക്ക് വേണ്ടിയും അമ്മ പ്രാർത്ഥിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെ തന്നെ ഈ കുഴിക്കാട്ടുശ്ശേരി ആശ്രമത്തിലുള്ള എല്ലാ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സും നമുക്ക് വേണ്ടി ശക്തമായിട്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന, ഈ ശുശ്രൂഷയിലെ ദാഹത്തോടുകൂടി പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെ നിയോഗങ്ങൾക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഈ പ്രാർത്ഥനയുടെ ശരിക്കും ശക്തി, ശരിക്കും നമ്മുടെ മറിയം ത്രേസ്യമ്മയൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് പ്രാർത്ഥനയ്ക്ക് അത്ഭുതകരമായ ശക്തിയുണ്ട് സഹോദരങ്ങളെ. ശരിക്കും ഹൃദയം നുറുങ്ങി ഒരു ദൈവ പൈതൽ ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവിടെ ഇടപെടും. അത് വേറെ ആരുടെയും അനുഭവങ്ങൾ പറയുന്നില്ല. അനുഭവങ്ങളൊക്കെ കുറച്ച് കഴിഞ്ഞാൽ ശരിക്കും ബ്രദർ പറയും. ഈ സമയത്ത് നമ്മൾ ആരംഭത്തിൽ തന്നെ ശരിക്കും ഏറ്റവും ശക്തമായ സാക്ഷ്യം സുവിശേഷത്തിലെ സാക്ഷ്യമാണ്. വിശുദ്ധ ഗ്രന്ഥത്തിലെ കർത്താവ് ഈശോ മിശിഹ പറഞ്ഞ കാര്യമാണ് ഏറ്റവും വലിയ സാക്ഷ്യം. അങ്ങനത്തെ ഒരു സാക്ഷ്യമാണ് എന്ന് പറയും അച്ഛൻ നിങ്ങളതിന് ആരംഭത്തിൽ തന്നെ പങ്കുവയ്ക്കുന്നത്. അത് മത്തായിയുടെ സുവിശേഷത്തിലെ 9-ാമത്തെ അധ്യായത്തിലെ സഹോദരങ്ങളെ, അവിടെ 27 മുതലുള്ള തിരുവചനമാണ്. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും; അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തുന്നൊക്കെ പറഞ്ഞില്ല, അതിന്റെ സംഭവമാണ് പറയാൻ പോകുന്നത്. അവിടെ 2 അന്ധന്മാർ യേശുവിന്റെ അടുക്കിലേക്ക് വരികയാണ്. 2 അന്ധന്മാർ യേശുവിന്റെ അടുക്കിലേക്ക് വന്നവരെന്താ പറയുന്നത്? ദാവീദിന്റെ പുത്രനായ യേശുവേ, ഞങ്ങളിൽ കനിയണമേ. സഹോദരങ്ങളെ, ചങ്ക് പൊട്ടി അവർ പ്രാർത്ഥിക്കായിരുന്നു. വേറൊന്നുമില്ല, അവരുടെ പ്രാർത്ഥന, ദൈവമേ, ഞങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഞങ്ങൾ അലഞ്ഞു തിരിഞ്ഞ് ഞങ്ങളാകെ നഷ്ടധൈര്യരായിട്ടാണ് ഇരിക്കുന്നത്. ഈ സമയം ഞങ്ങളുടെ ജീവിതത്തിലേക്ക്, ഞങ്ങളുടെ ഈ അന്ധത എന്ന പ്രശ്നത്തിലേക്ക് എൻ്റെ യേശുവേ, ദാവീദിന്റെ പുത്ര, കനിയണമേ. ഇതായിരുന്നു സഹോദരങ്ങളെ അവരുടെ ശരിക്കുള്ള പ്രാർത്ഥന. അതായിരുന്നു ശരിയ കർത്താവ്. പ്രിയ സഹോദരങ്ങളെ, അവരുടെ പ്രാർത്ഥന കേട്ടു. ഹൃദയം നുറുങ്ങിയിട്ടുള്ള അവരുടെ പ്രാർത്ഥനയ്ക്ക് നമ്മുടെ കർത്താവായ യേശു ഉത്തരം നൽകി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു അതിനെ ഇങ്ങനെയാണ് മറുപടി. ഇവരെ ഇങ്ങനെ ദാവീദിന്റെ പുത്രനായ യേശുവെ ഞങ്ങളിൽ കനിയണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ യേശു അതിനെ കൊടുക്കുന്ന മറുപടി ഇങ്ങനെയാണ്: എനിക്ക് ഇത് ചെയ്യാൻ കഴിയും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. അതായത്
ഇവർ രണ്ടുപേരും അന്ധരാണ്. നിങ്ങളുടെ അന്ധത എന്ന പ്രശ്നത്തിൽ കർത്താവായ എനിക്ക് ഇടപെടാൻ കഴിയും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? അപ്പം നോക്കി സഹോദരങ്ങളെ, ഈ ഒരു മധ്യാഹ്നത്തിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ പല വിധത്തിലുള്ള പ്രശ്നങ്ങളിൽ അകപ്പെട്ടായിരിക്കും ഇപ്പോൾ ഇരിക്കുന്നത്. ചിലരെ സംബന്ധിച്ച് കുടുംബത്തിൽ സമാധാനം ഇല്ല, ചിലരെ സംബന്ധിച്ച് വലിയൊരു ആത്മീയ മരവിപ്പ്. ഇപ്പോൾ പ്രായമായ അപ്പച്ചന്മാരമ്മച്ചിമാരെയൊക്കെ സംബന്ധിച്ച് അവർക്ക് ബലിയർപ്പിക്കാൻ പറ്റുന്നില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, വലിയൊരു ആത്മീയ മരവിപ്പ്. ചിലരെ സംബന്ധിച്ച് ചില തഴക്കദോഷങ്ങൾ, അതുപോലെ തന്നെ വലിയ കടബാധ്യത, പലിശ പോലും കൊടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ സഹോദരങ്ങൾ ഒരു 100,000 പ്രശ്നങ്ങളുടെ നടുവിലായിരിക്കും നമ്മളിരിക്കുന്നത്. ശരിക്കും നമുക്ക് പ്രാർത്ഥിക്കാനോ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാനോ ആരാധിക്കാനോ ഒന്നും പറ്റാത്ത വിധത്തിൽ ശരിക്കും ഒരു മന്ദത ഈ സമയത്ത് നമ്മളെ ബാധിച്ചിട്ടുണ്ടാകും. സഹോദരങ്ങളെ, ഈ അന്ധനായ 2 പേരോട് യേശു ചോദിച്ചു, എനിക്ക് ഇത് ചെയ്യാൻ കഴിയും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? സഹോദരങ്ങളെ, ഇതേ ചോദ്യം നമ്മുടെ കർത്താവായ യേശു ഇന്ന് നാം ഓരോരുത്തരോടും, കടബാധ്യതയിൽ പെട്ട് കഴിയുന്നവരോട്, തഴക്കദോഷങ്ങളിൽ പെട്ട് കഴിയുന്നവരോട്, ആത്മീയ മരവിൽ പെട്ട് കഴിയുന്നവരോട്, നാം ഓരോരുത്തരോടും യേശു ചോദിക്കണം, മകനെ മകളെ, എനിക്ക് നിന്റെ ഈ പ്രശ്നത്തിൽ ഇടപെടാൻ കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? സഹോദരങ്ങളെ, 2 അന്ധന്മാരെന്താ പറഞ്ഞത്? ദൈവമേ, യേശുവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു. സഹോദരങ്ങളെ, ഈ ശുശ്രൂഷയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ ഇങ്ങനെ ദൈവമേ എനിക്ക് അങ്ങനെയല്ല പ്രാർത്ഥിക്കുന്നു, ദൈവമേ എനിക്ക് നൽകിയതിനെ പ്രതി നന്ദി പറയുന്നു. അങ്ങനെ പറഞ്ഞിട്ട് വേണം ശുശ്രൂഷയിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാനായിട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾക്ക് തരണേന്നല്ല, ഇറ്റ് ഈസ് ഓൾറെഡി ഗിവൻ. കാരണം അങ്ങനെയാണ്, കർത്താവിന്റെ വാഗ്ദാനമാണ്, ചോദിക്കുവാൻ നിങ്ങൾക്ക് ലഭിക്കും. സഹോദരങ്ങളെ, ആത്മാർത്ഥതയോടുകൂടിയുള്ള ഒരു പ്രാർത്ഥനയാണെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ആത്മീയ നിയോഗങ്ങളെയും അതുപോലെ ഭൗതിക നിയോഗങ്ങളെയും നമ്മുടെ കർത്താവ് അനുഗ്രഹിക്കും. സഹോദരങ്ങളെ, ഹല്ലേലൂയ. നമ്മൾ ഏതാണ്ട് നമ്മൾ ശരിക്കും ഇങ്ങനെ നരകിച്ച് ജീവിക്കണമെന്നൊന്നും കർത്താവ് ആഗ്രഹിക്കുന്നില്ല. കർത്താവ് നമ്മളെ സമൃദ്ധിയിൽ വളർത്താനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ തുടർന്ന് ഒരു ശുശ്രൂഷയിൽ നമ്മളൊന്ന് നന്നായിട്ട് ആഗ്രഹിച്ച് ഒന്ന് സ്തുതിച്ചെന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിച്ച് ശുശ്രൂഷയിൽ തുടർന്നുള്ള വചന ശുശ്രൂഷകൾ, വർഷിപ്പ്, നമ്മളൊന്ന് പാട്ട് പാടിക്കുന്ന നമ്മൾ ആരാധിക്കാൻ പോവാണ്. കർത്താവിനെ ശരിക്കും, ദൈവത്തെ ശരിക്കും ഹൃദയം തുറന്ന് ആരാധിക്കുമ്പോൾ, സ്വാതന്ത്ര്യത്തോടെ ആരാധിക്കുമ്പോൾ അവിടെയാണ് സഹോദരങ്ങൾ വിടുതലായിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഓഫീസിലായിരിക്കാം, അല്ലെങ്കിൽ വീട്ടിലായിരിക്കാം, മറ്റു പല സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കാം. നമ്മൾ ശരിക്കും നമ്മുടെ സ്വാതന്ത്ര്യം വേണം. നമുക്ക് ചുമ്മാ ഇതെന്തോ ഒരു സംഭവം കേൾക്കുന്നത് പോലെ നമ്മൾ നിൽക്കാൻ പാടില്ല. ശരിക്കും ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാനും ആരാധിക്കാനും, അങ്ങനെ ശരിക്കും നല്ല തീക്ഷ്ണതയോട് കൂടിയിട്ട് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് ദേവാലയത്തിൽ വന്ന് കർത്താവിനെ ആരാധിക്കാനാണ്. അതാണ് ഐഡിയൽ. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്കറിയാം ഇതിനുള്ള സാധ്യതയൊന്നുമില്ല. 20 പേര് 40 പേരൊക്കെയാണ്. പല സ്ഥലങ്ങളിലും കുർബാനയ്ക്കുന്ന സാധ്യതയില്ലാത്ത അവസരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ശുശ്രൂഷയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ ഒരു ദേവാലയത്തിൽ എന്നതുപോലെ നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളെ നമ്മൾ കാണണം. കാരണം കർത്താവ് അവിടെ സന്ദർശിച്ച് നമുക്ക് വിടുതൽ നൽകാനായിട്ട്, നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നിമിഷം നമുക്കൊന്ന് പരിശുദ്ധ ഈ മുഴുവൻ ശുശ്രൂഷകളിലും അമ്മയുടെ ശക്തമായിട്ടുള്ള മാധ്യസ്ഥമുണ്ട്. അമ്മയോട് ചേർന്ന് ഒന്നുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ, ആമേൻ. നമ്മൾ തുടർന്ന് വർഷിപ്പ് ശുശ്രൂഷയാണ്. നമ്മുടെ ദീപു സഹോദരനാണ് വർഷിപ്പ് ശുശ്രൂഷയിലേക്ക് പാടി നമ്മളെ ആരാധിപ്പിക്കാനായിട്ട് നമ്മെ സഹായിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സജുജിനെ ഓർത്ത് കർത്താവിന് നമുക്ക് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, തുടർന്നുള്ള ശുശ്രൂഷകളെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശുശ്രൂഷകളെ നയിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ശക്തി അത്ഭുതകരമായി നമ്മൾ ഓരോരുത്തരിലും മേലും വെളിപ്പെടണം. ഈ ശുശ്രൂഷ ഈ പുണ്യമണ്ണിൽ പറയേന്ദ്രീസ്യരെ കബറിടം കുടികൊള്ളുന്ന ഈ പുണ്യമണ്ണിലാണ് കർത്താവ് ദിവികാരുണ്യ ഈശോ നമ്മുടെ കൂടെയുണ്ട്. അത്ഭുതകരമായ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വെളിപ്പെടാൻ പോകുന്ന നിമിഷങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം കരങ്ങൾ ഉയർത്തി കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ദൈവാത്മാവേ, വരിക 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 വരിക. ഞങ്ങളെ ആരാധിക്കുന്നു 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 ആരാധിക്കുന്നു. ശുശ്രൂഷയെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമ്മൾ ആയിരിക്കുന്ന അവസ്ഥകളിലേക്ക് ഇപ്പോൾ വെളിപ്പെടുന്ന നിമിഷങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, വലിയ സ്നേഹത്തോടെ കർത്താവിനെ പാടി ആരാധിക്കാം. ആരാധനയുടെ നിമിഷങ്ങളിൽ നമ്മുടെ ജീവിതങ്ങളിലേക്ക് ദൈവത്തിൻ്റെ ശക്തി കടന്നു വരിക തന്നെ ചെയ്യും. മത്തായി 7-ാം അധ്യായം 7-ാം തിരുവചനം, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ ആവശ്യങ്ങൾ നിയോഗങ്ങളെല്ലാം ഇപ്പോൾ ദൈവസന്നിധിയിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുന്ന നിമിഷം അത്ഭുതകരമായ ദൈവശക്തി നമ്മുടെ കുടുംബങ്ങളിൽ ഇടപെടുന്ന സമയം കർത്താവിനെ ആരാധിക്കാം. പ്രിയപ്പെട്ടവരെ, ശക്തിയോടെ കരമടിച്ച് പരിശുദ്ധാത്മാവേ ഞങ്ങളെ
അഭിഷേകത്തിൻ പെരുമഴ, അനുഗ്രഹത്തിൻ പെരുമഴ, അഭിഷേകത്തിൻ പെരുമഴ, അനുഗ്രഹത്തിൻ പെരുമഴ പെയ്തിറങ്ങട്ടെ, 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 പെയ്തിറങ്ങട്ടെ. അഭിഷേകത്തിൻ പെരുമഴ, അനുഗ്രഹത്തിൻ പെരുമഴ, അഭിഷേകത്തിൻ പെരുമഴ, അനുഗ്രഹത്തിൻ പെരുമഴ പെയ്തിറങ്ങട്ടെ, 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 പെയ്തിറങ്ങട്ടെ. കരഘോഷത്തോടെ സ്തുതിച്ചിടുവിൻ, അത്യുന്നത നാമത്തെ പുകഴ്ത്തിടുവിൻ. കരഘോഷത്തോടെ സ്തുതിച്ചിടുവിൻ, അത്യുന്നത നാമത്തെ പുകഴ്ത്തിടുവിൻ. എല്ലാ നാമത്തെക്കാളുപരിയായി യേശുവിന്റെ നാമത്തെ ഉയർത്തിടുവിൻ. എല്ലാ നാമത്തെക്കാളുപരിയായി യേശുവിന്റെ നാമത്തെ ഉയർത്തിടുവിൻ. നിറയണമേ, നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ, 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 പരിശുദ്ധാത്മാവേ നിറയണമേ. ജ്വലിക്കണമേ, ജ്വലിക്കണമേ, പരിശുദ്ധാത്മാവേ ജ്വലിക്കണമേ, 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 പരിശുദ്ധാത്മാവേ ജ്വലിക്കണമേ. ദൈവത്തിന്റെ ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. ആത്മാവേ കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ ശക്തി സ്വർഗത്തിൽ നിന്ന് ഇപ്പോൾ ഒഴുകട്ടെ. സ്വർഗപിതാവേ ഞങ്ങളെ ആരാധിക്കുന്നു. യേശുവേ ഞങ്ങളെ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ ഞങ്ങളെ ആരാധിക്കുന്നു. ഈ കാലഘട്ടത്തിൽ അങ്ങയുടെ അത്ഭുത പ്രവർത്തികൾ ഞങ്ങൾ കാണട്ടെ. ശക്തിയോടെ കരമടിച്ച് കർത്താവിനെ ആരാധിക്കുന്നു. കൊടുങ്കാറ്റടിക്കും മാരവത്തോടെ, അഗ്നിനാവുകൾ തൻ രൂപത്തോടെ. കൊടുങ്കാറ്റടിക്കും മാരവത്തോടെ, അഗ്നിനാവുകൾ തൻ രൂപത്തോടെ. ഭൂമിയിളകും അഭിഷേക ശക്തിയാൽ, ഭൂമിയിളകും അഭിഷേക ശക്തിയാൽ. റൂഹായേ വേഗം ആഗതനാകണമേ, റൂഹായേ വേഗം ആഗതനാകണമേ. പുതിയൊരു പെന്തക്കോസ്ത ദിനമാകട്ടെ, ഇന്ന് അഭിഷേകത്തിൽ കാറ്റാഞ്ഞു വീശട്ടെ. പുതിയൊരു പെന്തക്കോസ്ത ദിനമാകട്ടെ, ഇന്ന് അഭിഷേകത്തിൽ കാറ്റാഞ്ഞു വീശട്ടെ. പുതുശക്തിയായി പുത്തനുണർവായി കൃപയുടെ നിറവായി പൂരിതനാകട്ടെ. പുതുശക്തിയായി പുത്തനുണർവായി കൃപയുടെ നിറവായി പൂരിതനാകട്ടെ. പുതിയൊരു പെന്തക്കോസ്ത ദിനമാകട്ടെ, ഇന്ന് അഭിഷേകത്തിൽ കാറ്റാഞ്ഞു വീശട്ടെ. പുതിയൊരു പെന്തക്കോസ്ത ദിനമാകട്ടെ, ഇന്ന് അഭിഷേകത്തിൽ കാറ്റാഞ്ഞു വീശട്ടെ. പുതുശക്തിയായി പുത്തനുണർവായി കൃപയുടെ നിറവായി പൂരിതനാകട്ടെ. പുതുശക്തി
അഭിഷേകം സ്പർശനമുണ്ടാകട്ടെ. ഞങ്ങളിലേകണമേ. ആത്മാവേ, അഭിഷേകം പകരണമേ. അഭിഷേകം പകരണമേ. അഭിഷേകം പകരണമേ. അഭിഷേകം പകരണമേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, വരദാന ഫലങ്ങളാ ഞങ്ങളിൽ നിറയേണമേ. തുടർന്നു വരുന്ന വചന ശുശ്രൂഷയ്ക്കായി നമ്മുടെ കർത്താവിന് ഈ ശുശ്രൂഷയിലേക്ക് നമുക്ക് നയിക്കാൻ പ്രിയപ്പെട്ടു. നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങളെ, നിയോഗങ്ങളെല്ലാം കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. 1 രാജാക്കന്മാർ 17-ാം അധ്യായം 14-ാം തിരുവചനം. ദൈവമായ കർത്താവ് തൻ്റെ പ്രവാചകനായ ഏലിയായെ സറഫ്തായിലെ വിധവയുടെ അടുത്തിലേക്ക്, കഠിന ക്ഷാമവും ദുരിതത്തിലുമായിരുന്ന വിധവയുടെ അടുക്കിലേക്ക് അയക്കുകയാണ്. വിധവ വലിയ ക്ഷാമത്തിലാണ്, വലിയ കൊടിയ പട്ടിണിയിലാണ്. ആ ദേശത്ത്, ഇസ്രായേൽ ദേശത്ത് മഴ പെയ്തിട്ടില്ല. ഏലിയായിലൂടെ ദൈവത്തിൻ്റെ വചനം ആ പാവപ്പെട്ട വിധവയുടെ അടുക്കിലേക്ക് കടന്നു വരികയാണ്. താൻ ഭൂമിയിൽ മഴ പെയ്യിക്കുന്നത് വരെ കലത്തിലെ മാവ് തീർന്നു പോവുകയില്ല, ഭരണിയിലെ എണ്ണ വറ്റുകയുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമായ കർത്താവ് അരുളി ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ. നമ്മുടെ ഈ പ്രതിസന്ധി കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ഈ കൊറോണയുടെ അവസ്ഥയിലെല്ലാം, സാമ്പത്തികമായ ദുരിതത്തിലൂടെ, രോഗപീഠകളിലൂടെ കടന്നു പോകുന്നവര്, വലിയ സഹനത്തിലൂടെ, പ്രലോഭനങ്ങളുടെ എല്ലാം കടന്നു പോകുന്ന അനേകരുണ്ട് പ്രിയപ്പെട്ടവരെ. ഈ കാലഘട്ടം കഴിഞ്ഞതിന് ശേഷമല്ല കർത്താവിൻ്റെ അത്ഭുതം നമ്മുടെ ജീവിതങ്ങളിൽ പ്രവർത്തിക്കാൻ പോകുന്നത്. ഇപ്പോൾ തന്നെയാണ്, ഈ നിമിഷത്തിൽ തന്നെയാണ് പ്രിയപ്പെട്ടവരെ. മഴ പെയ്യിക്കുന്നത് വരെ, അതിനു മുമ്പേ തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിൽ കർത്താവിന് അത്ഭുതം പ്രവർത്തിക്കാൻ കഴിയും. ഹല്ലേലൂയ. വിശ്വസിക്കണം പ്രിയപ്പെട്ടവരെ. നമ്മുടെ ജീവിതങ്ങളിൽ ദൈവത്തിൻ്റെ വചനത്തിനും പരിശുദ്ധാത്മാവിനുമായി നമ്മുടെ ഹൃദയം തുറന്നു കൊടുത്താൽ കർത്താവ് വൻ അത്ഭുതങ്ങൾ, നമ്മുടെ ചിന്തയ്ക്ക് അതിശയകരമായ അത്ഭുതങ്ങൾ സംഭവിക്കുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 68-ാം സങ്കീർത്തനത്തിൽ 9-ഉം 10-ഉം തിരുവചനം. ദൈവമേ, അവിടുന്ന് ധാരാളം മഴ പെയ്യിച്ചു. വാടി തളർന്നിരുന്ന അവിടുത്തെ അവകാശത്തെ അവിടുന്ന് പൂർവ്വസ്ഥിതിയിലാക്കി. അവിടുത്തെ അജഗണത്തിന് ഒരു വാസസ്ഥലം അവിടെ ഒരുക്കി. ദരിദ്രർ ധാരാളമായി അവിടുന്ന് ഫലം കൊണ്ടു നിറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഈ ശുശ്രൂഷയിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിറഞ്ഞു കവിഞ്ഞൊഴുകപ്പെടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വചനത്തിലൂടെ, വചനം ശ്രവിക്കുന്നവരുടെ മേൽ അവിടുന്ന് അത്ഭുതകരമായ എല്ലാ അനുഗ്രഹങ്ങളും ചൊരിയും. നിയമാവർത്തനം 28-ാം അധ്യായത്തിൽ 2-ാമത്തെ തിരുവചനം അതാണ് പറയുന്നത്. കർത്താവിൻ്റെ വചനം ശ്രവിച്ചാൽ അവിടുന്ന് ഈ അനുഗ്രഹമെല്ലാം അവിടുന്ന് നമ്മുടെ മേൽ ചൊരിയുക തന്നെ ചെയ്യും. സജുച്ച് നമ്മളോട് വചനം പറഞ്ഞു. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 7-ാം തിരുവചനം. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. നമ്മുടെ ഹൃദയത്തിലുള്ള ഏതൊരാഗ്രഹവും അറിയുന്ന കർത്താവാണ് നമ്മുടെ കൂടെയുള്ളത്. ദൈവവചന ശുശ്രൂഷയിൽ നടക്കാത്തതായ ഒരു അത്ഭുതവും ഇല്ല പ്രിയപ്പെട്ടവർ. ഈ ശുശ്രൂഷയിലൂടെ തന്നെ നിങ്ങളുടെ സകല പ്രതിസന്ധികളിലും രോഗപീഠകളിലും കർത്താവ് ഇറങ്ങി വന്ന് അത്ഭുതം പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. വിശ്വസിക്കണം. വിശ്വസിക്കുന്നവരുടെ കൂടെ ഈ അടയാളങ്ങളെല്ലാം ഉണ്ടായിരിക്കും. തുടർന്ന് വരുന്ന വചന ശുശ്രൂഷയ്ക്കായി നമുക്കൊരുങ്ങാം. പരിശുദ്ധാത്മാവായ ദൈവം നമ്മോട് സംസാരിക്കുന്ന ഓരോ വചനങ്ങളും വലിയ ശ്രദ്ധയോടെ, ആകാംക്ഷയോടെ കാത്തിരുന്ന് കേൾക്കാം. കർത്താവിൻ്റെ വചനം ദാഹിക്കുന്നവരുടെ മേൽ അഭിഷേകം ചൊരിയും, അത്ഭുതമായി വെളിപ്പെടുക തന്നെ ചെയ്യും. യഹോഷാഫാത്ത് രാജാവ് എലീശയെ കുറിച്ച് പറയുന്നൊരു വചനമുണ്ട്. കർത്താവിൻ്റെ വചനം എലീശയുടെ കൂടെയുണ്ട്. പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട ജസ്റ്റിൻ ബ്രദറിനെ വചനവേദിയിലേക്ക് ക്ഷണിക്കുമ്പോൾ മകനിലൂടെ മകന്റെ അതരം പരിപൂർണമായും പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വചനം നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ടുള്ള പ്രവചന വചനങ്ങൾ ജസ്റ്റിൻ ബ്രദറിലൂടെ വെളിപ്പെടാൻ വേണ്ടി നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾ ഓരോരുത്തരുടെയും ജീവിതങ്ങളിൽ അഭിഷേകവും സൗഖ്യവും വെളിപ്പെടുത്താൻ കഴിവുള്ള കർത്താവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്.
ദിവികാരുണ്യമായ ഈശോ നമ്മുടെ കൂടെയുണ്ട്. മറിയം ത്രേസ്യ, വിശുദ്ധ മറിയം ത്രേസ്യയുടെ പുണ്യമണ്ണിലാണ് നമ്മൾ ഓരോരുത്തരും. അത്ഭുതകരമായ വിടുതലും അഭിഷേകവും ഇന്നേ ദിവസം നമ്മുടെ ജീവിതങ്ങളിൽ കർത്താവ് പ്രവർത്തിക്കുക തന്നെ ചെയ്യും. എല്ലാ നിയോഗങ്ങളെയും നമ്മുടെ എല്ലാ ആകുല ചിന്തകളെയും കർത്താവിന് വിട്ടുകൊടുക്കാൻ പ്രിയപ്പെട്ടവരെ. ദൈവത്തിൻ്റെ അത്ഭുതകരമായ മഹത്വം നമ്മുടെ ഓരോരുത്തരും വെളിപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. തിരുസഭയെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തികളിലും അത്ഭുതകരമായ ദൈവശക്തിയുണ്ട്. നിയമാവർത്തനം 28:10 കർത്താവിൻ്റെ നാമം നീ വഹിക്കുന്നത് കാണുമ്പോൾ ലോകത്തിലുള്ള സകല മനുഷ്യരും നിന്നെ ഭയപ്പെടും. പ്രിയപ്പെട്ടവരെ, നാമത്തിൻ്റെ ശക്തി, എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉറവിടം ആ നാമത്തിലാണ്. യേശു എന്ന നാമത്തിലാണ് സകല അനുഗ്രഹത്തിൻ്റെയും ഉറവിടം ഇരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആ നാമത്തെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഫിലിപ്പി 2:10 സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകളും അടക്കുന്ന ഏക രക്ഷാനാമത്തെ കരങ്ങളുയർത്തി നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. യേശുവേ, ഞങ്ങളങ്ങ് ആരാധിക്കുന്നു, 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 ആരാധിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, മഹത്വം, മഹത്വം. തുടർന്ന് വരുന്ന വചന ശുശ്രൂഷയ്ക്കായി ബഹുമാനപ്പെട്ട ജസ്റ്റിൻ ബദറിനെ വചന ശുശ്രൂഷയ്ക്കായി വലിയ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. ഓരോ വചന ശുശ്രൂഷകളും പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്ന നിമിഷങ്ങളാണെന്ന് മനസ്സിലാക്കി വലിയ സ്നേഹത്തോടെ, വലിയ ആകാംക്ഷയുടെ ദാഹത്തോടെ ഈ ശുശ്രൂഷയിലായിരിക്കാം പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ച് ഒത്തിരി ഭയത്തോടും ഒത്തിരി സ്നേഹത്തോടും കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. കാരണം ഈ ആൾത്താരിൽ നിൽക്കുവാൻ ചെറിയ ഭയമുണ്ട്. കാരണം കർത്താവിൻ്റെ സന്നിധിയിൽ അതുപോലെ വില കൊടുത്ത് സ്വർഗത്തിൽ സ്ഥാനം പിടിച്ച വിശുദ്ധ മറിയം ത്രേസ്യയുടെ പ്രത്യേകമായ സാന്നിധ്യത്തിലാണ് നമ്മളിവിടെ ആയിരിക്കുന്നത്. ഞാൻ വചനം ഓർക്കുകയാണ്. പ്രഭാഷകൻ 24:1 വചനം ഇപ്രകാരമാണ് പറയുന്നത്: വിശുദ്ധ മന്ദിരത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ഞാൻ ശുശ്രൂഷ ചെയ്തു. പ്രിയപ്പെട്ടവരെ, നമുക്ക് വലിയ സ്നേഹത്തോടെ കർത്താവിന് നന്ദി പറയാം. കാരണം നമ്മളിപ്പോൾ ആയിരിക്കുന്നത് മറിയം ത്രേസ്യയുടെ പ്രത്യേകമായ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന കുഴിക്കാട്ടുശ്ശേരി മറിയം ത്രേസ്യ ചാപ്പലിലാണ്. കർത്താവിൻ്റെ സാന്നിധ്യം ഇവിടെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ഒരുമിച്ച് നമ്മുടെ കർത്താവിൻ്റെ നാമത്തെ ഉയർത്താൻ പ്രിയപ്പെട്ടവരെ. പ്രത്യേകിച്ച് കഴിഞ്ഞ ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാവരോടും പ്രത്യേകം നന്ദി പറയുകയാണ്. പ്രത്യേകിച്ച് സജഷനിലൂടെ പരിശുദ്ധാത്മാവ് ശുശ്രൂഷയെ തുടങ്ങി അതിശക്തമായ അഭിഷേകം കർത്താവ് നൽകുന്നുണ്ട്. ഒത്തിരി പ്രയർ റിക്വസ്റ്റുകൾ ലഭിച്ചിട്ടുണ്ട്. ഒത്തിരി സാക്ഷ്യങ്ങളും കർത്താവ് നമുക്ക് നൽകിയിട്ടുണ്ട്. അതിനു മുമ്പ് കർത്താവ് നമുക്കൊരു വചനം നൽകുന്നു. ആ വചനം നിങ്ങൾ സ്വീകരിക്കുക. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 30:18 നിന്നോട് ഔദാര്യം കാണിക്കാൻ, നിന്നോട് കരുണ കാണിക്കാൻ കർത്താവ് കാത്തിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് നമ്മളോട് ഔദാര്യം കാണിക്കാൻ, സ്നേഹം കാണിക്കാൻ, കരുണ കാണിക്കുവാൻ കർത്താവ് നമ്മെ കാത്തിരിക്കുന്നുണ്ട്. നമ്മുടെ സ്വർഗീയ പിതാവ് നമ്മൾ എന്തുമാത്രം പാപികളാകട്ടെ, കുറവുള്ള വ്യക്തികളാകട്ടെ, തകർന്ന വ്യക്തികളാകട്ടെ, കർത്താവ് നമ്മെ അനുഗ്രഹിക്കാൻ കാത്തിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരാൻ ഒരു മടിയും വേണ്ട. പ്രത്യേകിച്ച് യൂട്യൂബ് ലൈവ് ശുശ്രൂഷയിൽ ഈ സമയം പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യം നമ്മുടെ ഈ കൂട്ടായ്മയിലുണ്ട്. ശനിയാഴ്ച ഗുഡൽപ്പ മാതാവിന്റെ ഫീസ്റ്റ് ആഘോഷിക്കുകയാണ് നമ്മൾ. ലോകത്തിന്റെ ഏറ്റവും അറ്റത്ത് കിടക്കുന്ന പ്രത്യേകിച്ച് മെക്സിക്കോ എന്ന രാജ്യത്ത് അവിടെയുള്ള ഗോത്രവർഗക്കാർ നരബലി നടത്തി ജീവിച്ചിരുന്ന വ്യക്തികളാണ്. അവിടെയുള്ള ഗോത്രവർഗക്കാർക്ക് പ്രത്യേകമായ ഒരു ആചാരമുണ്ടായിരുന്നു. സൂര്യൻ ഉദിക്കണമെങ്കിൽ അവരുടെ ഒരു പെൺകുട്ടിയെ ബലി കൊടുക്കണം. പ്രിയപ്പെട്ടവരെ, അത് തടയാൻ വേണ്ടി അവിടുത്തെ ഗവൺമെന്റും പട്ടാളക്കാരും ലോകം മുഴുവൻ ശ്രമിച്ചിട്ടും ഒന്നും നടന്നില്ല. പക്ഷെ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ രാജ്ഞിയായ, സ്വർഗത്തിൻ്റെ രാജ്ഞിയായ, കർത്താവിൻ്റെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയം സ്വർഗം വിട്ട് ഗുഡലപ്പിലേക്ക് ഇറങ്ങി വന്നപ്പോൾ കാര്യങ്ങൾക്ക് മാറ്റം വന്നു. 95 ലക്ഷം പേരാണ് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മാമോദിസ സ്വീകരിച്ച് കത്തോലിക്ക സഭയിലേക്ക് കടന്നു വന്നത്. ആവേ മരിയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മറിയം ത്രേസ്യ തീർച്ചയായും ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു മറിയം ത്രേസ്യ ഒറ്റയ്ക്ക് വരികയില്ല. മറിയം ത്രേസ്യ സ്വർഗത്തിൽ തന്നെ പ്രിയപ്പെട്ട കൂട്ടുകാരെല്ലാവരും കൂട്ടിക്കൊണ്ടു വന്നിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ വിശുദ്ധന്മാരോട് വന്നിട്ടുണ്ട്. കൂടെ പരിശുദ്ധ അമ്മയും ഔസപിതാവും വന്നിട്ടുണ്ട്. പരിശുദ്ധ അമ്മ ഇവിടെ ഉണ്ടെങ്കിൽ നിശ്ചയമായി നമ്മുടെ കർത്താവ് വന്നിട്ടുണ്ട്.
അതുകൊണ്ട് നമുക്ക് വലിയ പ്രത്യാശയോടെ കർത്താവിൻ്റെ വചനത്തിനായി നമുക്ക് ഒരുങ്ങാൻ പറ്റും. ഒറ്റ സാക്ഷ്യം ഞാൻ പ്രത്യേകമായ കൂട്ടായ്മയോട് പറയുകയാണ്. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ഒരുമിച്ച് ദിവ്യഗാന സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ ഏറ്റവും അടുത്തുള്ള ഒരു കുടുംബം വിളിക്കുന്നത്. അവരുടെ പ്രിയപ്പെട്ട കുടുംബം എറണാകുളത്താണ്. സഹോദരി പേര് ഷീബ എന്നാണ്. അധികം വയസ്സൊന്നുമില്ല, 52 വയസ്സുള്ളൂ. സമയത്ത് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ ശാരീരിക അസ്വസ്ഥ മൂലം അഡ്മിറ്റ് ചെയ്തു. ബ്ലാഡറിൽ കല്ലായിരുന്നു. അതിനുശേഷം അത് പാൻക്രിയാസിസിലേക്ക് കടന്നു. ശരീരം മുഴുവൻ ഫങ്ഷനും ബ്ലോക്കായി പോയി. ഡോക്ടേഴ്സ് ഞെട്ടിപ്പോയി. അവർ വെന്റിലേറ്ററിലാക്കി. പക്ഷെ പ്രിയപ്പെട്ടവരെ, അവർ പ്രകാരമാണ് പറഞ്ഞത്, വളരെ മോശം കണ്ടീഷനാണ്, എന്തു വേണമെങ്കിൽ സംഭവിക്കാം. ഈ സമയത്താണ് അവർ ഫോൺ ചെയ്ത് ഈ കാര്യം പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ഒരുമിച്ച് കൂട്ടായ്മയിൽ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. അനേകരും പ്രാർത്ഥിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് സന്ദേശം നൽകി 3 ദിവസത്തിനുള്ളിൽ മാറ്റം വരും. പ്രിയപ്പെട്ടവർ, അതുപോലെ തന്നെ 3-ാമത്തെ ദിവസം ഈ സഹോദരി ജീവിതത്തിൽ വലിയ മാറ്റം വന്നു. മരണത്തിൻ്റെ നീളിൽ വീണ താഴ്വരയിൽ നിന്ന് കർത്താവ് അത്ഭുതകരമായ സഹോദരി വിടുവിച്ചു. പക്ഷെ ഇപ്പോഴും പ്രതിസന്ധിയുണ്ട്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ. മറ്റൊരു സഹോദരൻ്റെ സാക്ഷ്യപ്രകാരമാണ്. സഹോദരൻ കൊറോണ കാലഘട്ടത്തിലാണ് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നത്. ഇവിടെ രഞ്ജിത്ത് അച്ഛനോട് അച്ഛൻ്റെ കോണ്ടാക്റ്റിലാണ് ഫോൺ ഞങ്ങളിലേക്ക് വരുന്നത്. ആ സഹോദരൻ ആഗ്രഹിച്ചത്, സഹോദരൻ്റെ അപ്പച്ചൻ 2 കണ്ണുമില്ല, വളരെ പാവപ്പെട്ട ഒരു കുടുംബമാണ്. മഴ പെയ്ത് കഴിഞ്ഞ വീടൊക്കെ തകർന്നു പോകും. അതുപോലെ ഒരു വീട്, ഒരു സൗകര്യവുമില്ല, എപ്പോൾ വേണമെങ്കിൽ തകർന്നു വീഴാം. വീട് ഒന്ന് പണിയാൻ വേണ്ടി അവിടെയുള്ള അനേക ധനാഢ്യരെയും അധികാരികളൊക്കെ സമീപിച്ചു. പക്ഷെ ഒന്നും കാര്യം മെച്ചമുണ്ടായില്ല, ഒന്നും സംഭവിച്ചില്ല. അങ്ങനെ ഞങ്ങളെ വിളിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു സാമ്പത്തികമായ സഹായത്തിനാണ്. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ അവരോട് പറഞ്ഞു, ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ തന്ന ഒന്നും ആവില്ല, ഞങ്ങൾക്ക് തരാൻ സാധിക്കില്ല. പക്ഷെ ഞങ്ങൾക്ക് തരാൻ സാധിക്കുന്നത് യേശുവിനെ മാത്രമാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ. അങ്ങനെ ആ സഹോദരനോട് യേശുവിൻ്റെ ശക്തിയെക്കുറിച്ചും പ്രാർത്ഥനയുടെ അത്ഭുത ശക്തിയെക്കുറിച്ചും എല്ലാം പറഞ്ഞ് ഒരുമിച്ച് പ്രാർത്ഥിച്ചു. ഈ കഴിഞ്ഞ വ്യാഴാഴ്ച സഹോദരൻ ഇടയ്ക്ക് വിളിക്കാറുണ്ട്. വിളിച്ച് പ്രകാരമാണ് പറയുന്നത്, വീട് പണി കഴിയാറായി, ഏകദേശം 4-5 മാസത്തിനുള്ളിൽ പെട്ടെന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞില്ല. അതോടുകൂടി എവിടെ നിന്നെന്ന് അറിയില്ല, സ്വർഗം തുറക്കപ്പെട്ടു. കർത്താവിന് വലിയ കൃപ കടന്നു വന്നു, സമ്പത്ത് ഒഴുകി. ഇപ്പോൾ വീട് പണി കഴിയാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിന് അസാധ്യമായി ഒന്നുമില്ല പ്രിയപ്പെട്ടവരെ. സംഗീതം 34-6 വാക്യം പറയുന്നു, എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു, സകല കഷ്ടതകളിൽ നിന്ന് കർത്താവ് അവനെ രക്ഷിച്ചു. നിലവിളി കേൾക്കുന്ന കർത്താവ് ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട്. ആ കർത്താവിൻ്റെ പേരാണ് നസ്രാനായ യേശു ക്രിസ്തു. അതുകൊണ്ട് നമുക്ക് കർത്താവിനെ ആരാധിക്കാം, നന്ദി പറയാം പ്രിയപ്പെട്ടവരെ. കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയുള്ളവരായിരിക്കാം. വിശുദ്ധ മറിയം ത്രേസ്യയെ പോലെ ജീവിതം മുഴുവൻ കർത്താവിനായി സമർപ്പിക്കാം. തോബിത്തിന്റെ പുസ്തകം 13-6 വാക്യം പറയുന്നു, കർത്താവ് നമുക്ക് നൽകിയിട്ടുള്ള നന്മകളെ കുറിച്ച് ചിന്തിക്കുവിൻ, കർത്താവിന് ഉച്ചത്തിൽ കൃതജ്ഞാർപ്പിക്കുവിൻ, അവിടത്തെ ഉയർന്ന ശബ്ദത്തിൽ സ്തുതിക്കുവിൻ, യുഗങ്ങളെ രാജാവിനെ പുകഴ്ത്തുവിൻ. പ്രിയപ്പെട്ടവരെ, ഇത് ഓരോ ദൈവപൈതലിനും ഉള്ള വചനമാണ്. കർത്താവിൻ്റെ നന്മകളെ കുറിച്ച് ചിന്തിക്കുവിൻ. ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാൻ പ്രിയപ്പെട്ടവരെ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കർത്താവിൻ്റെ വലിയ സാന്നിധ്യം ഈ ആലയത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. മാലാഖമാരോടൊപ്പം വിശുദ്ധ ഗണത്തോടൊപ്പം നമുക്ക് ഒരുമിച്ച് നമ്മുടെ കർത്താവിനെ ആരാധിക്കാം. യോഹന്നാൻ 9:31 വചനം പറയുന്നു, കർത്താവിനെ ആരാധിക്കുകയും അവിടുത്തെ ഇഷ്ടം നിറവേറ്റുകയും ചെയ്യുന്നവന്റെ പ്രാർത്ഥന കർത്താവ് ശ്രവിക്കും. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ഞങ്ങളെങ്ങനെ സ്തുതിക്കുന്നു കർത്താവേ, ഞങ്ങളെങ്ങനെ സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന. അപ്പസ്തോലന്മാരോടൊപ്പം വിശുദ്ധരുടെ കൂട്ടായ്മയിൽ മാലാഖമാരോടൊപ്പം പരിശുദ്ധ അമ്മയോടൊപ്പം കർത്താവിനെ ആരാധിക്കാം. ഈശോയെ, ഞങ്ങളെങ്ങനെ സ്നേഹിക്കുന്നു, ഞങ്ങളെങ്ങനെ ആരാധിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി മുറിവേറ്റവനെ ഞങ്ങളെങ്ങനെ ആരാധിക്കുന്നു. സർവശക്തനായ കർത്താവ് ഞങ്ങളെങ്ങനെ ആരാധിക്കുന്നു. സ്വർഗീയ പിതാവേ, ഞങ്ങളെങ്ങനെ ആരാധിക്കുന്നു. ആരാധന
പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം, സകല വിശുദ്ധാത്മാക്കൾ ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വരട്ടെ. കം ഹോളി സ്പിരിറ്റ്, ദൈവ സാന്നിധ്യം ശക്തിയോട് ഞങ്ങൾ മേൽ ആവസിക്കട്ടെ. കൃപ 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 കൃപ. ഗ്ലോറി 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 ഗ്ലോറി. ബി ഫിൽഡ് വിത്ത് ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവേ, കൃപയ്ക്കുമേൽ കൃപ ഞങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. പരിശുദ്ധ അമ്മ നിറഞ്ഞവനെ ഞങ്ങളുടെ മേൽ വ്യാപരിക്കണമേ. ഫിൽ ഹോളി സ്പിരിറ്റ്. ആത്മാവേ വരിക, ദൈവത്തിന്റെ ആത്മാവേ ഞങ്ങളുടെ മേൽ വ്യാപരിക്കണമേ. ദൈവാത്മാവേ ഇറങ്ങി വസിക്കാം. Come Holy Spirit. നിന്ദാസരിൽ ഓ പരിശുദ്ധാത്മാവേ, ദാസരിൽ സ്നേഹത്തോടെ ദൈവാത്മാവേ ഇറങ്ങി വസിക്കാം. ഹല്ലേലൂയ. നിന്ദാസരിൽ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്വർഗത്തിന്റെ അഭിഷേകത്തിന്റെ അഗ്നി ഇറങ്ങി വരുന്ന സമയം ദൈവത്തിന്റെ ആത്മാവ് അനേകം മക്കൾ ഇപ്പോൾ സ്പർശിച്ചു കൊണ്ടിരിക്കുന്നു. ഈ ശുശ്രൂഷയിൽ ദയമായി വേദനയോടെ കുടുംബ തകർച്ചകളെ ഓർത്ത് പൊട്ടിക്കരയുന്ന അനേകം മക്കൾ ഇപ്പോൾ കർത്താവ് സ്പർശിക്കുന്നു. കർത്താവേ, അങ്ങനെ മക്കളെ സ്പർശിക്കണമേ. ലോർഡ് ടച്ച് യുവർ പീപ്പിൾ. കർത്താവേ, അങ്ങനെ മക്കളെ സ്പർശിക്കണമേ. മക്കളെ സ്പർശിക്കണമേ. രോഗികളെ സ്പർശിക്കണമേ. അത്ഭുതകരമായ സൗഖ്യം വെളിപാടുകൾ നൽകണമേ. കർത്താവേ, അങ്ങ് സംസാരിക്കണമേ. ഗ്ലോറി പരിശുദ്ധാത്മാവേ, സ്വർഗത്തിന്റെ തങ്കപ്രാവേ, അവിടുന്നു ഞങ്ങളിൽ നിറയണമേ. ഹോളി സ്പിരിറ്റ്. ആത്മാവേ, പാവനാത്മാവേ, ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. അവിടുന്നു ഞങ്ങളിൽ നിറയണമേ. പ്രിയപ്പെട്ട സജീവനോട് ചേർന്ന് കൂട്ടായ്മയിൽ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വചനം അയച്ച് സൗഖ്യം നൽകണമേ. ഈ കൂട്ടായ്മയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന 2 ഹാർട്ട് രോഗികളെ കർത്താവ് ഇപ്പോൾ സ്പർശിക്കുന്നു. അത്ഭുതകരമായി കർത്താവ് സൗഖ്യം നൽകി അവരെ അനുഗ്രഹിക്കുന്നു. പാൻക്രിയാസിൽ കല്ലുള്ള ഒരു മകളെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. ഈശോയെ സ്പർശിക്കണമേ. കർത്താവിന്റെ മഹത്വം ഇറങ്ങി വരട്ടെ. കർത്താവിന്റെ മഹത്വം ഇറങ്ങി വരട്ടെ. സ്ട്രോക്ക് വന്ന് തളർന്നു പോയ വ്യക്തിയെ കർത്താവ് ഇപ്പോൾ സ്പർശിക്കുന്നു. കർത്താവിൻ മഹത്വം ഇറങ്ങി വരട്ടെ. കർത്താവേ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്ന മൊബൈലിന്റെ സ്ക്രീനിലേക്ക് കരങ്ങൾ നീട്ടിപ്പിടിക്കുക. കർത്താവ് ഇപ്പോൾ നിങ്ങളെ സ്പർശിക്കുന്ന സമയമാണ്. ദിവ്യഗാനത്തിന്റെ അത്ഭുത ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. വിശുദ്ധകുർബാനയുടെ അത്ഭുത ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. എല്ലാ രോഗപീഠകളിൽ നിന്ന് കർത്താവ് പ്രിയപ്പെട്ട മക്കളെ സൗഖ്യം നൽകണമേ. ഡിസ്കിന് പ്രോബ്ലമുള്ള 2 വ്യക്തികളെ കർത്താവ് ഇപ്പോൾ സ്പർശിക്കുന്നു. ചെവി കേൾക്കാൻ ബുദ്ധിമുട്ടുള്ള 3 മക്കളെ കർത്താവ് ഇപ്പോൾ പരിപൂർണമായി സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ മഹത്വം, മഹത്വം. വിദേശത്ത് പോകാൻ 3 മക്കൾക്ക് കർത്താവ് തടസ്സങ്ങൾ മാറ്റി കർത്താവ് അനുഗ്രഹിക്കുന്നു. ഈശോയെ ആരാധന, ആരാധന. ബ്ലൂ ഫിലിം, തെറ്റായ ഫിലിം കാണുന്ന 3 യുവാക്കൾ മേലെ കർത്താവ് കരം വരുന്നു. അത്ഭുതകരമായ അതിൽ നിന്ന് കർത്താവ് അവരെ വിടുവിക്കുന്നു. ഏറ്റെടുക്കണമേ, ഏറ്റെടുക്കണമേ. പരിശുദ്ധാത്മാവേ, കൃപ 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 കൃപ. യേശുവിന്റെ തിരുമുറുകൾ തുറക്കപ്പെടട്ടെ. യേശുവിന്റെ തിരുമുറുകൾ തുറക്കപ്പെടട്ടെ. ശരീരം മുഴുവൻ തീപിടിക്കട്ടെ. അഭിഷേകം ഇറങ്ങി വരട്ടെ. ശക്തി ഇറങ്ങട്ടെ. എല്ലാ പെയിനുകളും വേദനകളും ഇപ്പോൾ അപ്രത്യക്ഷമാകട്ടെ. പരിശുദ്ധാത്മാവ് നിറയട്ടെ. ഉദര സംബന്ധമായ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. തലച്ചോറ് സംബന്ധമായ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. ശക്തി ഇറങ്ങട്ടെ. കർത്താവേ, ഗ്ലോറി 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 ഗ്ലോറി. ആമാശയ സംബന്ധമായ രോഗമുള്ള 4 മക്കളെ സൗഖ്യം നൽകുന്നു. ഹല്ലേലൂയ. ഈശോയെ ഏറ്റെടുക്കണമേ, ഏറ്റെടുക്കണമേ. ഈശോയെ ആരാധന, ആരാധന. തിരുമുറിവുകളിൽ എന്നെ മറക്കണമേ. ഈശോയെ അങ്ങേ തിരുഹൃദയത്തിൽ
ഈശോയോട് അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. ഈശോയുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. പരസ്പരം സ്നേഹത്തോട് പുഞ്ചിരിയോട് സ്തുതി കൊടുക്കും. ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഓക്കെ, താങ്ക് യു. നമുക്കിരിക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്നേ ദിവസം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന വചനം ഒത്തിരി പ്രാവശ്യം കേട്ടിട്ടുള്ള വചനമാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം കാനായിലെ കല്യാണ വിരുന്ന്, ആ വചനഭാഗമാണ് കർത്താവ് ഇന്ന് നമുക്ക് നൽകുന്നത്. നമുക്ക് വളരെ ശ്രദ്ധയോടെ വചനം കേൾക്കാൻ പ്രിയപ്പെട്ടവരെ. നമ്മുടെ ജീവിതങ്ങളിലും ഒരു പുതിയ ഉറവ തുറക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. കാനായിൽ കല്യാണ വിരുന്നിൽ നമുക്കറിയാം വലിയൊരു ഫംഗ്ഷൻ നടക്കുകയാണ്. അവിടെ ഏറ്റവും ആദ്യത്തെ വചനം ഇപ്രകാരമാണ്: പരിശുദ്ധ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം ഇപ്രകാരമാണ്: കല്യാണത്തിനായി അവരെല്ലാ കാര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. എല്ലാം ഓക്കെയാണ്, എല്ലാ ഫംഗ്ഷനും ഓക്കെയാണ്. ഇന്ന് ലോകത്തിൽ ഇതുപോലെ തന്നെയാണ്, എല്ലാം ഒരുക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും സമ്പത്തുണ്ട്, എല്ലാം ക്രമീകരിക്കപ്പെടുന്നു. പക്ഷെ അവിടെ പ്രതിസന്ധി വരികയാണ്. പ്രതിസന്ധി വന്നു കഴിഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മ അവിടെ ഉണ്ടായത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ യേശു ക്രിസ്തു അവിടെ കടന്നു വന്ന് അത്ഭുതം ചെയ്യുന്നത്. വിശ്വസിക്കുന്നവർ കരമുയർത്തി ഹല്ലേലൂയ പറയട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ അമ്മ അവിടെ ഉണ്ടായില്ലെങ്കിൽ, പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അവിടെ ഇല്ലെങ്കിൽ യേശു ഒരിക്കലും അത്ഭുതം ചെയ്യുകയില്ല. എന്താണ് കാരണം? യേശുവിന് സമയമായിട്ടില്ല. വചനം പറയുന്നുണ്ട്, പരിശുദ്ധ അമ്മ അവിടെ പ്രത്യേകമായി ഇടപെട്ടു. യേശുവിന് പറയാണ്, യേശു പറഞ്ഞു സമയമായിട്ടില്ല. പക്ഷെ പരിശുദ്ധ അമ്മ പറഞ്ഞു അവർ വേദനയിലാണ്, അവർ കണ്ണുനീരിലാണ്, മോനെ നീ ഇടപെടണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭവനങ്ങളിലും ഇപ്രകാരം പരിശുദ്ധ അമ്മ ഇല്ലെങ്കിൽ ശ്രദ്ധിക്കണം. പരിശുദ്ധ അമ്മയില്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ പ്രതിസന്ധി വരുമ്പോൾ യേശുവിൻ്റെ ഒരു ഇടപെടൽ അവിടേക്ക് കൊണ്ടുവരുന്നത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥമാണ്. വിശ്വസിക്കുന്നവർ കരം വീശി പറഞ്ഞൻ ആവേ മരിയ, ആവേ മരിയ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ യേശുവിന് പറയുകയാണ്. യേശു പറഞ്ഞ അടുത്ത വാക്യം നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കണം. യോഹന്നാൻ 2-ാം അധ്യായം 7-ാം വാക്യം. പരിശുദ്ധ അമ്മ ഇപ്രകാരം യേശു പറഞ്ഞു കഴിഞ്ഞപ്പോൾ യേശു അവൾ പറഞ്ഞു, കൽഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ, ഭരണകളിൽ വെള്ളം നിറയ്ക്കുവിൻ. ഇത് നമുക്കുള്ള വചനമാണ്. നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കണം. നമ്മുടെ ജീവിതങ്ങളാകുന്ന ഭരണികളോട് കർത്താവ് സംസാരിക്കുകയാണ്. എന്താണ് വെള്ളം നിറയ്ക്കുക എന്നുകൊണ്ട് കർത്താവ് ഉദ്ദേശിക്കുന്നത്? കർത്താവ് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ജീവിതങ്ങളിൽ പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ ശക്തി, ദൈവവചനത്തിൻ്റെ ശക്തിയും നിറയണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോ മാതാപിതാക്കളും, സഭയിലെല്ലാ അഭിഷിക്തരും സമർപ്പിതരും ശുശ്രൂഷകരും മാതാപിതാക്കളും സഹോദരി സഹോദരന്മാരും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ്, ദൈവത്തിൻ്റെ വചനത്താൽ നിറഞ്ഞ് പകരപ്പെടുമ്പോഴാണ് കർത്താവ് അവിടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ. പകരപ്പെടുന്നത് പരിശുദ്ധാത്മാവായിരിക്കണം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയില്ലാതെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. പ്രിയപ്പെട്ടവരെ, ഞാനിവിടെ നിൽക്കുന്നുണ്ട് കർത്താവിന്റെ സന്നിധിയിൽ. എനിക്ക് നിങ്ങളോട് നല്ല പോലെ ദൈവത്തിൻ്റെ വചനം പറയണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് കടന്നു വന്നിട്ടില്ലെങ്കിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഞങ്ങളുടെ ഈ സംവിധാനങ്ങളും എല്ലാം വെറും വ്യാർത്ഥമായി പോകും. പ്രിയപ്പെട്ടവരെ, when Holy Spirit is come, atmosphere is changed. പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോഴാണ് സാഹചര്യങ്ങൾക്ക് മാറ്റം വരുന്നത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ നമുക്ക് വെൽക്കം ചെയ്യണം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതങ്ങളിൽ ഏതൊരു പ്രവൃത്തിക്ക് മുന്നോടിയായി പ്രത്യേകിച്ച് യുവജനങ്ങളിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ ആശ്രയിച്ച് പഠിക്കാൻ തുടങ്ങുക. ജോലി ചെയ്യുന്ന വ്യക്തികളെ, നിങ്ങൾ ആത്മാവിന് വേണ്ടി ദാഹത്തോടെ പ്രാർത്ഥിച്ച് ജോലി ചെയ്യുക. കുടുംബസ്ഥരെ, നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ദാഹത്തോടെ പ്രാർത്ഥിച്ച് നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുക. അവിടെ ദൈവരാജ വളർച്ചയുണ്ടായിരിക്കും. അവിടെ നിങ്ങളുടെ മക്കൾ വഴിതെറ്റി പോകുകയില്ല. കർത്താവിന്റെ ആത്മാവ് ഉള്ളോടത്ത് ദൈവരാജ വളർച്ചയുണ്ട് എന്ന് മത്തായി 12:28 വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. യേശു തന്നെ പഠിപ്പിച്ച വചനമാണത്. ദൈവാത്മാവിനാലാണ് ഞാൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞു. ദൈവാത്മാവിനാൽ അല്ലെങ്കിൽ പ്രശ്നമാണ്. പ്രിയപ്പെട്ടവർ, ദൈവാത്മാവ് കൂടെയുണ്ടെങ്കിൽ അവിടെ ദൈവരാജ്യം വളരും, അല്ലെങ്കിൽ സംഭവിക്കില്ല. കുടുംബത്തിന്റെ സ്ഥിതി അങ്ങനെ തന്നെ, എല്ലാ മേഖലയും അങ്ങനെ തന്നെ. പ്രിയപ്പെട്ടവർ, വെളിപാട് പുസ്തകം 22-ാം അധ്യായം 1-ാം വാക്യം പറയുന്നു, കുഞ്ഞാടിന്റെയും ദൈവത്തിന്റെയും സിംഹാസനത്തിൽ നിന്ന്
സ്ഫടികം പോലെ തിളങ്ങുന്നതായ ജീവജലത്തിന്റെ അരുവി അവൻ എനിക്ക് കാണിച്ചു തന്നു. വീണ്ടും 22:17 വെളിപാട് പറയാണ്, ആഗ്രഹിക്കുന്നവൻ, ദാഹമുള്ളവൻ ജീവന്റെ ജലം സൗജന്യമായി സ്വീകരിക്കട്ടെ. സൗജന്യമായി സ്വീകരിക്കുക. നിങ്ങളുടെ ഭരണങ്ങളിൽ പരിശുദ്ധാത്മം നിറയട്ടെ. രണ്ടാമത് കർത്താവ് പറയാണ്, നിങ്ങളുടെ ജീവിതങ്ങളിൽ വചനം കൊണ്ട് നിറയട്ടെ. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ നൊയമ്പ് കാലഘട്ടത്തിലാണ്. നൊയമ്പ് കാലഘട്ടത്തിൽ മാത്രമല്ല, ഓരോ ക്രിസ്ത്യാനിയും ദൈവത്തിന് വചനത്താൽ നിറയണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. കാരണം വചനം യേശു ക്രിസ്തു തന്നെയാണ്. യോഹന്നാൻ 1:1. വചനമില്ലെങ്കിൽ പ്രഭാഷണം 42:15 കർത്താവിന് പ്രവർത്തിക്കാൻ പറ്റുകയില്ല. കർത്താവിന്റെ പ്രവർത്തികൾ വചനം മൂലം നിർവഹിക്കപ്പെടുന്നു. വചനം പറയുകയാണ്. റോമ 9:6 കർത്താവിന്റെ വചനത്തിന് പരാജയമില്ല. വചനം ഉള്ളിടത്ത് അത്ഭുതങ്ങളുണ്ട്, പരിശുദ്ധാത്മാവുള്ളിടത്ത് അഭിഷേകമുണ്ട്. പ്രിയപ്പെട്ടവരെ, അടുത്ത വചനം നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കണം. ചെറിയൊരു വചനമാണ്. യോഹന്നാൻ 2:8. ഇനി പകർന്ന്, ഒറ്റ വാക്കുള്ളൂ, ഇനി പകർന്ന്. പരിശുദ്ധാത്മാവും വചനവും നിറഞ്ഞ ഒരു വ്യക്തി പകരപ്പെടുമ്പോൾ അവിടെ അത്ഭുതങ്ങളാണ് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. അവിടെ അടയാളങ്ങൾ സംഭവിക്കും. കാരണം യേശു ക്രിസ്തുവിനെ തന്നെയാണ് പകരപ്പെടുന്നത്. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു വിശുദ്ധനാണ് വിശുദ്ധ ജോൺ പോൾ II. എല്ലാ ദിവസവും പ്രാർത്ഥിക്കും. ഒത്തിരി ഇഷ്ടമാണ്. ദൈവത്തിന്റെ ജനത്തെ ദൈവത്തോടുള്ള ദാഹത്താൽ ഇളക്കി മറിച്ച കഥാൻ പ്രിയപ്പെട്ടവൻ, പരിശുദ്ധമ്മയുടെ പൊന്നുമകൻ ജോൺ പോൾ II ചെയ്തൊരു സംഭവമുണ്ട് പ്രിയപ്പെട്ടവൻ. ജോൺ പോൾ II കൂടെ വിശുദ്ധ കുർബാന അർപ്പിക്കുവാൻ അമേരിക്കയിലുള്ള ഒരു വൈദികന് ചാൻസ് കിട്ടുകയാണ്. മാറി മാറി ചാൻസ് കിട്ടും. ഈ വൈദികൻ അമേരിക്കയിൽ നിന്ന് വളരെ സന്തോഷത്തോടെ ഇതാ റോമിലേക്ക്, വത്തിക്കാനിലേക്ക് വരികയാണ്. അങ്ങനെ 2 ദിവസം മുമ്പ് അവിടെ വന്നു. ജോൺ പോൾ II കൂടെ വിശുദ്ധ കുർബാന അർപ്പിക്കാനും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനുള്ള അവസരമുണ്ട്. അതിന് മുൻപുള്ള 2 ദിവസം റോമും വത്തിക്കാനെല്ലാം കറങ്ങി കാണുകയാണ്. കാണുന്ന സമയത്ത് അവിടെ മഞ്ഞുമാതാവിൻ്റെ ഒരു കപ്പേളയുണ്ട്. അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടെ കുറേ അങ്ങനെ എന്താ പറയുക, കുറേ മാനസികമായ പ്രശ്നമുള്ളവരും പൈസയ്ക്ക് ബുദ്ധിമുട്ടുള്ളവരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. നോക്കിക്കഴിഞ്ഞപ്പോൾ ഞാൻ പൈസ കൊടുക്കുന്ന സമയത്ത് അച്ഛൻ കാണുകയാണ്, തൻ്റെ കൂടെ സെമിനാരിൽ പഠിച്ച് വൈദികനായ ഒരു വ്യക്തി, ഫാദർ ജിം എന്ന വ്യക്തി ഇതാ ഇവിടെ തകർന്ന് ഇരിക്കുകയാണ്. താടിയൊക്കെ വെച്ച് കണ്ട തിരിച്ചറിയില്ല. ആ വ്യക്തി, ഈ അച്ഛൻ ചോദിച്ചു, ഫാദർ ജിം അല്ലേ? ആ വ്യക്തി മുഖത്തേക്ക് നോക്കുന്നില്ല, പകച്ചു നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ട അച്ഛന് ജോൺ പോൾ II കൂടെ ഒരുമിച്ച് വിശുദ്ധ കുർബാന അർപ്പിക്കാനും അങ്ങനെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ജോൺ പോൾ II അടുത്ത് ഈ വൈദികൻ തൻ്റെ വേദന പങ്കുവെക്കുകയാണ്. എൻ്റെ ഒരു പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാരനാണ്. അച്ഛൻ്റെ സ്ഥിതി ഇപ്പോൾ എങ്ങനെയാണ്? ജോൺ പോൾ II പെട്ടെന്ന്, പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ പരമാധീശനാണ്, മാർപ്പാപ്പയാണ്, ഒന്നും നോക്കിയില്ല. ജോൺ പോൾ II പെട്ടെന്ന് എൻ്റെ കൈപ്പട എടുത്ത് എഴുതി, ഞാൻ ജോൺ പോൾ II, താങ്കൾ എൻ്റെ അടുത്ത് വരണം, താങ്കളെ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് ജോൺ പോൾ II സ്വന്തം കൈ കൊണ്ട് തന്നെ എഴുതി ലെറ്റർ ഇതാ ആ വൈദ്യനെ കൊണ്ട് കൊടുക്കാൻ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ വ്യക്തി ഫാദർ ജിമ്മിനെ കൊണ്ട് കൊടുത്തു. ജിം ആദ്യം സമ്മതിച്ചില്ല. ആളത് ഞാൻ പറഞ്ഞ ഫാദർ ജിം അല്ല. പക്ഷെ പ്രിയപ്പെട്ടവരെ, ഈ അച്ഛൻ പഴയ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഓർമ്മപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അച്ഛൻ പൊട്ടിക്കരഞ്ഞു, ഞാൻ ഫാദർ ജിം തന്നെയാണ്. ഞാൻ അമേരിക്കയിലെ മയക്കുമരുന്ന് അഡിക്റ്റായ വ്യക്തികളുടെ അടുത്ത് ശുശ്രൂഷ ചെയ്തു വരികയായിരുന്നു. ഈ സമയത്ത് ഞാനും പെട്ടുപോയി. കുറെ കഴിഞ്ഞപ്പോൾ ഞാൻ മാനസിക രോഗിയായി മാറി. അതിനുശേഷം എൻ്റെ ജീവിതം തകർന്നു പോയി. ഞാൻ എല്ലാം വലിച്ചെറിഞ്ഞ് ഇവിടെ വന്ന് അലഞ്ഞ് നടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആ അച്ഛനെ, ഫാദർ ജിമ്മിനെ കൊണ്ടുപോയി കുളിപ്പിച്ച് നല്ലപോലെ താടി മുടിയെല്ലാം വെട്ടി ജോൺ പോൾ II അടുത്ത് കൊണ്ടുപോയി. ജോൺ പോൾ II ഈ ഫാദറിനെ കണ്ടുവയ്ക്ക് പ്രിയപ്പെട്ടവരെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് പറഞ്ഞു, ഫാദർ ജിം, താങ്കൾ സഭയുടെ ഒരു അഭിമാനമാണ്, എനിക്ക് താങ്കളുടെ അടുത്ത് കുമ്പസാരിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ആത്മാവ് ഒരു വ്യക്തിയിൽ കടന്നു വന്നു കഴിഞ്ഞാൽ എന്തിനാണ് വരുന്നത്? ആ വ്യക്തിയിലേക്ക് പരിശുദ്ധാത്മ വരുന്നത് മറ്റൊരു വ്യക്തിയിലേക്ക് യേശുവിനെ കൊടുക്കാനാണ് പ്രിയപ്പെട്ടവരെ. അല്ലെങ്കിൽ അത് വെറും കെട്ടിക്കിടക്കുന്ന ജലമായിരിക്കും. ഇസ്രായേലിൽ, പാലസ്തീനിൽ രണ്ട് കടലുണ്ട്. ഒന്ന് ഗലീല കടലുണ്ട്, രണ്ട് ചാവ് കടലുമുണ്ട്. ഗലീല കടലിലേക്കും ചാവ് കടലിലേക്കും വെള്ളം വരുന്നത് ജോർദാനിലേക്ക് നിന്നാണ്, ജോർദാൻ നദിയിൽ നിന്ന്. പക്ഷെ ഗലീല കടലിൽ ധാരാളം മത്സ്യങ്ങളുണ്ട്, ജീവനുണ്ട്, ചുറ്റും നല്ല പച്ചപ്പാണ്, നല്ല ഫലവൃക്ഷങ്ങളൊക്കെ ചുറ്റും നിൽക്കുന്നു. അവിടെ യേശു അതിൻ്റെ അടുത്തിരുന്ന് വചനം ഘോഷിച്ചിട്ടുണ്ട്. അവിടെ ജലഗതാഗതമുണ്ട്, എല്ലാം ഒക്കെ ജീവൻ തുടിച്ചു നിൽക്കുന്ന നല്ല ശുദ്ധമായ വെള്ളം. പക്ഷെ പ്രിയപ്പെട്ടവരെ, ചാവുകടലിലെ പ്രത്യേകത എന്താണെന്നറിയോ? അവിടെ ജീവനില്ല,
ഒരു മത്സ്യം പോലും ഇല്ല, ദുർഗന്ധമാണ്, ചുറ്റും മൊട്ടക്കുന്നുകളാണ്, അവിടെ ആരും സഞ്ചരിക്കില്ല. ഈ രണ്ട് കടലിന് പ്രകാരമാണ്. ഗലീല കടലിൽ സ്വീകരിക്കുന്നു, കൊടുക്കുന്നു. ചാവുകടലിന്റെ പ്രത്യേകത സ്വീകരിക്കുന്നു മാത്രമേ ഉള്ളൂ, കൊടുക്കുന്നില്ല. എസെക്കിയേൽ 47:8 വാക്യത്തിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. കെട്ടിക്കിടക്കുന്ന ജലമാണ്. പ്രിയപ്പെട്ടവരെ, കെട്ടിക്കിടക്കുന്ന ജലത്തിൽ ദുർഗന്ധമുണ്ടായിരിക്കും. ഇന്ന് അനേകം വ്യക്തികളുടെ ജീവിതങ്ങൾ കെട്ടിക്കിടക്കുന്ന ജലമാണ്. അവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ജീവനദി ഒഴുകിയില്ലെങ്കിൽ യേശുവിന് പ്രവർത്തിക്കാൻ പറ്റുകയില്ല. പ്രിയപ്പെട്ടവരെ, കരമേറ്റി പറഞ്ഞാൽ ഹല്ലേലൂയ. പ്രിയപ്പെട്ട ജോൺ പോൾ സെക്കൻഡ്, ആ വ്യക്തി ഞെട്ടിപ്പോയി. ആ വ്യക്തി പൊട്ടിക്കരയാണ്. മാർപ്പാപ്പിയാണ് ഈ പറയുന്നത്. മാർപ്പാപ്പി എന്റെ മുമ്പിൽ മുട്ടുകുത്തിയിരിക്കുന്നു. ആ വ്യക്തി നിറഞ്ഞ കണ്ണുകളോടെ ജോൺ പോൾ സെക്കൻഡ് ഫാദർ ജിമ്മിന്റെ അടുത്ത് കുംസാരിച്ചു. അതിനുശേഷം ജിമ്മ് പറഞ്ഞു, എനിക്ക് കുംസാരിക്കണം. ഇതാ ഫാദർ, പ്രിയപ്പെട്ട ജോൺ പോൾ സെക്കൻഡിന്റെ അടുത്ത്, മാർപ്പാപ്പിന്റെ അടുത്ത് ഇതാ ഫാദർ ജിം മുട്ടുകുത്തി കുംസാരിച്ചു. ആ കുംസാരം കഴിഞ്ഞ് ആ സമയത്ത് തന്നെ പ്രിയപ്പെട്ടവരെ, ഫാദർ ജിമ്മിലുള്ള ആ മാനസികമായ രോഗം പരിപൂർണമായി സൗഖ്യപ്പെട്ടു. കരമിട്ട് പറഞ്ഞാൽ ഹല്ലേലൂയ. ആ സഹോദരൻ, ആ വൈദികൻ, പ്രിയപ്പെട്ട അഭിഷിക്തൻ, ശക്തമായ അഭിഷേകത്തോട് വീണ്ടും അമേരിക്കയിൽ പോയി തന്നെ തോൽപ്പിച്ച തിന്മയുടെ അടുത്ത് പോരാടി വീണ്ടും അനേകം ആത്മാക്കളെ നേടി. പ്രിയപ്പെട്ടവരെ, പകരുക. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, മാതാപിതാക്കളെ, യുവജനങ്ങളെ, നമ്മൾ മേൽ കർത്താവ് നൽകുന്ന കൃപ അത് പകർന്നില്ലെങ്കിൽ നമ്മളും ദുർഗന്ധം വമിക്കുന്ന വ്യക്തികളായി മാറും. സമൂഹത്തിന് നമ്മെ കൊണ്ട് യാതൊരു പ്രയോജനം ഉണ്ടാവുകയില്ല. പക്ഷെ മറിയം ത്രേസ്യ തന്മേൽ പകർന്ന അഭിഷേകം അനേകർക്ക് പകർന്നുകൊണ്ടാണ് ലോകം മുഴുവൻ അനേകം ഹോളി ഫാമിലി സിസ്റ്റേഴ്സ് രൂപപ്പെട്ടത്. അനേകം വിശുദ്ധന്മാർ കടന്നു വരുന്നത്. മറിയം ത്രേസ്യ തന്റെ മേൽ പകർന്ന അഭിഷേകം പ്രാർത്ഥിച്ചും ത്യാഗം ചെയ്തും നന്മ പ്രവർത്തിച്ചതും വചനത്താലും പരിശുദ്ധാത്മ നിറഞ്ഞ് ഈ പുത്തഞ്ചേരി ഈ ദേശത്ത് അത്ഭുതകരമായി കർത്താവിന്റെ മഹത്വം വെളിപ്പെടുത്തിയപ്പോൾ പ്രിയപ്പെട്ടവർ, അതിലൂടെ ഒരു അഭിഷേകം ഒഴുകി. പ്രിയപ്പെട്ടവരെ, പക്ഷെ മറിയം ത്രേസ്യയുടെ ജീവിതത്തിൽ സംഭവമുണ്ട്. മറിയം ത്രേസ്യ പുത്തഞ്ചിറ മഠത്തില് ആൾക്കാരൊക്കെ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ സ്ഥലമില്ലാതെയായി. എന്ത് ചെയ്യും? സമ്പത്തൊന്നുമില്ല. ഈ സമയത്ത് കുറച്ച് സഹായത്തിനായി കൊച്ചി രാജാവിൻ്റെ അടുത്ത്, തൃപ്പൂണിത്തുറ കൊട്ടാരത്തിലുള്ള രാജാവിനെ കാണാൻ പോവുകയാണ്. നാട്ടുകാർ കുറെ പേരൊക്കെ കളിയാക്കി, എവിടേക്കാണ് ഈ സിസ്റ്റർ പോകുന്നത്? പക്ഷെ പ്രിയപ്പെട്ടവരെ, സിസ്റ്റർ അഭിഷേകത്തോടെയാണ് പോകുന്നത്. മറിയം ത്രേസ്യയുടെ കൂടെ കർത്താവ് ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, മറിയം ത്രേസ്യ അവിടെ ചെന്ന് രാജാവിനൊന്നും കാണാൻ പറ്റില്ല. മഹാറാണിയെ കണ്ടു, കാര്യങ്ങളൊക്കെ സംസാരിച്ചു. മഹാറാണി പറഞ്ഞു, രാജാവിനൊരു പ്രശ്നമുണ്ട്, രോഗമാണ്, ശരീരത്തിൽ വ്രണമുണ്ട്, അത് എപ്പോ വേണമെങ്കിൽ പൊട്ടം മരിക്കാം. എല്ലാ ചികിത്സയും നടത്തിയിട്ട് ഒരു മാറ്റമില്ല. പക്ഷെ പ്രിയപ്പെട്ടവരെ, മറിയം ത്രേസ്യ എന്താണ് ചെയ്തത്? പ്രാർത്ഥിച്ച് ചെറിയൊരു ഒറ്റമൂലി കൊടുത്തു, അഭിഷേകം അങ്ങോട്ട് പകർന്നു കൊടുത്തു. പ്രിയപ്പെട്ടവരെ, മഹാറാണിയും രാജാവും ജനങ്ങളും ഞെട്ടിപ്പോയി. രാജാവ് പരിപൂർണമായി സൗഖ്യപ്പെട്ടു. കരമെടുത്ത് പറഞ്ഞാൽ ഹല്ലേലൂയ. പ്രിയപ്പെട്ട രാജാവ് ഓർഡർ കൊടുക്കുകയാണ്, ഇതാ പ്രിയപ്പെട്ട അപ്പാവപ്പെട്ട സിസ്റ്ററിന് ആവശ്യമുള്ളത് കൊടുക്കുക. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആ രാജാവിനെയും കർത്താവ് തന്റെ രാജ്യ വളർച്ചയിൽ പങ്കാളിയാക്കി. ഹല്ലേലൂയ. പ്രിയപ്പെട്ട, ഇതാണ് വചനം പകരപ്പെടുമ്പോൾ, പരിശുദ്ധാത്മ പകരപ്പെടുമ്പോൾ സംഭവിക്കാൻ പോകുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് പരിശുദ്ധാത്മ പകരുമ്പോൾ അത് സ്വീകരിക്കാനുള്ള ഒരു ഹൃദയത്തോടെ നമുക്ക് വേണം. അത് വളരെ പ്രധാനപ്പെട്ട. ഞാനൊരു സംഭവം ഓർക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരൻ, പേര് ഷാജു ജോൺ. വർഷങ്ങളായി അവന് കുട്ടികളില്ല. 19 വർഷമായിട്ട് കുട്ടികളില്ല. അങ്ങനെ ഈ സമയത്ത് ഷാജു ജോൺ അങ്ങനെ പ്രാർത്ഥിക്കാനൊന്നും അറിഞ്ഞുകൂടാ. കുവൈറ്റിലാണ് ജോലി ചെയ്യുന്നത്. വളരെ വേദന. ഒറ്റ മോനേ ഉള്ളൂ വീട്ടിൽ. അവരെ വീട്ടിൽ ഒറ്റ മോനേ ഉള്ളൂ. തലമുറ നിൽക്കാൻ പോവുകയാണ്. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ഈ സഹോദരൻ എന്ത് ചെയ്തു അറിയോ? ഈ സഹോദരൻ ഓഫീസിൽ വെച്ചൊരു പാട്ട് കേൾക്കുകയാണ്. പരിശുദ്ധ അമ്മയോട് ചേർന്ന് കുട്ടികൾക്ക് വേണ്ടി ഉള്ള ഒരു പാട്ട്. ഈ സഹോദരൻ വളരെ ശ്രദ്ധയോടെ കേട്ടു. ആ സഹോദരൻ അന്വേഷിച്ചു എവിടെയാണ് പാട്ടുള്ളത്. പാട്ട് എടുത്തു, കളക്ട് ചെയ്തു, വീട്ടിൽ കൊണ്ടുപോയി ആ പാട്ട് കേട്ടു. ആ പാട്ട് വീണ്ടും വീണ്ടും കേട്ടു. സഹോദരൻ പറയാണ്, ഷാജിനോട് നേരിട്ട് പറഞ്ഞ അനുഭവമാണ്, ഞാൻ ആ പാട്ട് കേട്ടിരുന്ന് കരയും. ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തനമാണ് പ്രിയപ്പെട്ടവരെ കണ്ണുനീരൊഴുകുന്നത്. നിന്റെ കണ്ണിൽ നിന്നൊരു തുള്ളി കണ്ണുനീരൊഴുകട്ടെ. കർത്താവ് ഇടപെടും. നീ എന്തുമാത്രം പാപിയാകട്ടെ, തകർന്നവനാകട്ടെ, ഒരൊറ്റ തുള്ളി കണ്ണുനീർ വീണ കർത്താവോട് ഇറങ്ങി വരും. പ്രിയപ്പെട്ടവരെ, ഷാജു ആ പാട്ട് നമുക്ക് ഒരുമിച്ച് എഴുന്നേറ്റ് നിന്ന് പ്രിയപ്പെട്ട നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് അനേകര് കുട്ടികളില്ലാത്ത വേദനയിലാണ്. ഇന്നലെ പോലും സഹോദരി വിളിച്ച് പൊട്ടിക്കരയുകയാണ്.
ട്രിവാൻഡ്രത്ത് സൗദി പറഞ്ഞ 8 വർഷമായി ബ്രദർ, എത്ര വർഷം കാത്തിരിക്കണം? പ്രിയപ്പെട്ടവർ, നിങ്ങൾക്കൊരു സന്ദേശമുണ്ട്. എൽക്കാന ഹന്ന ദമ്പതികൾക്ക് അനേകം വർഷം കഴിഞ്ഞിട്ടാണ് സാമുവേലിനെ കർത്താവ് കൊടുത്തത്. അവനൊരു അത്ഭുതമായിരുന്നു. ജോവാക്യം അന്ന ദമ്പതികൾക്ക് പരിശുദ്ധ അമ്മയെ കിട്ടിയത് 20 വർഷത്തിന് ശേഷമാണ്. പരിശുദ്ധ അമ്മ സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജ്ഞിയായി. അബ്രഹാം സാറ ദമ്പതികൾക്ക് ഇസഹാക്കിനെ അനേകം വർഷങ്ങൾക്ക് ശേഷം ലഭിച്ചു. എലിസബത്ത് സക്രിയ ദമ്പതികൾക്ക് ഇത് വാർദ്ധക്യത്തിലാണ് സ്യാപയോഹനാൻ വരുന്നത്. അവനും ഒരു അത്ഭുതമായിരുന്നു. ഒരു അത്ഭുതത്തിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങിക്കൊള്ളുക, ഒരുമിച്ച് കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. എല്ലാ ദമ്പതികളും കർത്താവ് സന്നിധിയിൽ പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. അനേകം ദമ്പതികൾ ഇന്ന് ഈ വേദനയിലാണ്. കർത്താവ് പ്രവർത്തിക്കും. സംഖ്യ 113:9 കർത്താവ് വന്ദിക്ക് വസതി കൊടുക്കുന്നു, മക്കളെ നൽകി അനുഗ്രഹിക്കുന്നു. കർത്താവിന്റെ കൃപ ഇപ്പോൾ വ്യാപരിക്കട്ടെ. കരങ്ങൾ നീട്ടിപ്പിടിച്ച് ഈ ഗാനത്തോട് ചേർന്ന് പാടി ആരാധിക്കാൻ പ്രിയപ്പെട്ടവരെ. പരിശുദ്ധ അമ്മേ കടന്നു വരണമേ. കൈവെള്ളമേലായി കൊഞ്ചിക്കാനായി തരുകില്ലയോ എനിക്കൊരു കുഞ്ഞിനെ. പരിശുദ്ധമ്മേ നെഞ്ചോടു ചേർത്തൊന്നു താരാട്ടു പാടാൻ തരുകില്ലയോ എനിക്കൊരു കുഞ്ഞിനെ. കണ്ണുനീരോടെ പാടി പ്രാർത്ഥിക്കുന്നു. ഉരുകുന്നുമീയാകെ അമ്മേ, ഒരു കുഞ്ഞിനായി ദാഹിക്കുന്നുള്ളം. പരിചയമുള്ളവർക്ക് പ്രാർത്ഥിക്കുക. ഒരുപാട് ചൊല്ലേണ്ടതുണ്ടോ എൻ ദുഃഖങ്ങൾ അറിവിപ്പതിന്നാ. നീയും ആ ഭാഗ്യം ചെയ്തോരമ്മയല്ലേ, യേശുവിനമ്മയല്ലേ. പരിശുദ്ധമ്മേ രാരീരാരോ, രാരീരാരോ, പരിശുദ്ധമ്മേ പാടാൻ കൊതിയാവും നമ്മെ. സ്പർശിക്കണം ഈശോയെ. മാറിൽ ചേർക്കാൻ ഈശോ, മുത്തം വയ്ക്കാൻ ഈശോയെ തരുമോ ഒരു കുഞ്ഞിനെയമ്മേ. ഈശോയെ രാരീരാരോ, ഈശോയെ രാരീരാരോ, പാടാൻ കൊതിയാവും നമ്മെ. ഈശോയെ പാടാൻ കൊതിയാവും നമ്മെ. സമയത്ത് ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാൻ പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് മക്കളിലെ എല്ലാ ദമ്പതികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഈ സമയം പരിശുദ്ധ ശക്തി വ്യാപരിക്കട്ടെ. അനേക കുടുംബ ബന്ധങ്ങളിലുള്ള വിള്ളലുകൾ മാറട്ടെ. കുടുംബജീവിതങ്ങൾ പരിശുദ്ധാത്മാവ് നിറയട്ടെ. കുട്ടികളില്ലാത്ത ദമ്പതികളുടെ മേൽ കർത്താവിന്റെ കരുണ ഇപ്പോൾ വെളിപ്പെടട്ടെ. Lord, anointing glory, മഹത്വം ഇറങ്ങട്ടെ, ശക്തി വ്യാപരിക്കട്ടെ. Lord, power, glory ഇറങ്ങട്ടെ. കർത്താവേ, ശുശ്രൂഷി തന്നെ അനേകർ സാക്ഷ്യം പറയുമ്പോൾ അവിടെ വരുത്തണമേ. മക്കളെ ഞങ്ങൾ അവകാശം പറയുന്ന യേശുവിനായി അവർ വിശുദ്ധരായി മാറട്ടെ. ഇപ്പോൾ ജനിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും കർത്താവിനായി ഞങ്ങൾ അവകാശം പറയുന്നു. എല്ലാ ഗർഭിണികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മ നിറയട്ടെ. ലൂക്ക 1:41 അഭിഷേകം വ്യാപരിക്കട്ടെ. ലൂക്ക 1:14-15 അഭിഷേകം ഇപ്പോൾ വ്യാപരിക്കട്ടെ. കർത്താവേ സുഖമാക്കണേ, ഈശോയെ സുഖമാക്കണേ. അപ്പാ ഈശോയെ നീ തൊട്ട് സുഖമാക്കണേ. സൗഖ്യം വ്യാപരിക്കട്ടെ. ഈശോയെ നീ തൊട്ട് ഈശോയെ സുഖമാക്കണേ. ഈശോയെ നീ തൊട്ട് സുഖമാക്കണേ. Glory, 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 glory. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മീയ കൂട്ടായ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ,
പ്രത്യേകിച്ച് ഒരു സന്ദേശം കർത്താവ് ഈ സമയം നൽകുന്നു. പരിശുദ്ധാത്മാവ് 2 വൃക്കകൾ തകരാറിലായ ഒരു വ്യക്തിയെ കർത്താവ് ഇപ്പോൾ സമയം സ്പർശിക്കുന്നുണ്ട്. കർത്താവെ 3 ദമ്പതികൾക്ക് കർത്താവ് മക്കളെ നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഈശോയെ നന്ദി 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 ഈശോയെ. ഹല്ലേലൂയ. ഈശോയെ ആരാധിക്കുന്നു. പഠന വൈകല്യമുള്ള 6ഓളം മക്കളെ, യുവജനങ്ങളെ കർത്താവ് ഇപ്പോൾ സ്പർശിക്കുന്നു. ഈശോയെ ഏറ്റെടുക്കണമേ, അഭിഷേകം ചെയ്യണമേ കർത്താവെ. എല്ലാവരും കരങ്ങളിൽ പിടിക്കപ്പെട യുവജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും കർത്താവ് ഇപ്പോൾ ആവശ്യപ്പെടുന്നു. കർത്താവിന് അകന്നു പോയ, പ്രത്യേകിച്ച് മൊബൈലിൽ അഡിക്റ്റായ, എല്ലാ തെറ്റായ ബന്ധങ്ങളിൽ പെട്ട് കഴിയുന്ന അനേക യുവജനങ്ങളെ തൊടുവാൻ ഇപ്പോൾ കർത്താവ് ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വരുന്നുണ്ട്, സഞ്ചരിക്കുന്നുണ്ട്. കരമേറ്റ് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യുവജനങ്ങളെ മേലെ പൈശാചിക കെട്ടുകൾ അഴിയട്ടെ. കർത്താവിന് ശക്തി ഇറങ്ങി വരട്ടെ. പ്രിയപ്പെട്ട സജ്ജനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സകല സമർപ്പിതരോടും വൈദികരോടും ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ അഭിഷേകം ഇറങ്ങി വരട്ടെ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ആൻഡ്രൂസ് പിതാവിനോട് ചേർന്ന്, ഷട്ടിൽ പിതാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഇറങ്ങി വരണമേ, അഭിഷേകം വ്യാപരിക്കട്ടെ കർത്താവേ. കൃപ 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 കൃപ. അനേക യുവജനങ്ങളെ ദൈവരാജ വളർച്ചയ്ക്കായി കർത്താവികൾ അവകാശം പറയുന്നു. പരിശുദ്ധാത്മാവെ സ്പർശിക്കണമേ കർത്താവേ. ധാരാളം ദൈവവിളികളെ നൽകണമേ. ദൈവ സ്നേഹാഗ്നിയാൽ അവരെ നിറയട്ടെ കർത്താവേ. കാർലോസ് സെക്യൂറ്റിന്റെ മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്ന കർത്താവേ. ആരാധന. നന്ദി 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 ഈശോയേ. പരിശുദ്ധമേ പ്രാർത്ഥിക്കണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, പെട്ടെന്ന് ഇരിക്കാം. 5 മിനിറ്റും കൂടിയും അതിനുശേഷം നമ്മൾ ദീപികാന ആരാധനയ്ക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. പ്രിയപ്പെട്ട സജീവച്ചൻ ആരാധന ലീഡ് ചെയ്യും. നമുക്ക് ശക്തമായ ആരാധന ശുശ്രൂഷ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ 2 രാജാക്കന്മാർ 4:13 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. അവിടെ പ്രവാചകന്റെ അടുത്തേക്ക്, എലീശായുടെ അടുത്തേക്ക്, ഇത് പ്രവാചകഗണത്തിൽപ്പെട്ട ഒരു വ്യക്തിയുടെ ഭാര്യ, പ്രവാചകൻ മരിച്ചുപോയി, വേദനയോടെ കടന്നു വരികയാണ്. പ്രിയപ്പെട്ടവരെ, ഈ സമയത്ത് ഞാൻ ഒരു കാര്യം നിങ്ങളോട് ഓർമ്മിപ്പിക്കാൻ. ദൈവജനത്തിനും പ്രതിസന്ധി ഉണ്ടാകും. പക്ഷെ ദൈവജനം എന്താണ് ചെയ്യേണ്ടത്? ദൈവജനം ചെയ്യേണ്ടത് സംഗീതം 114 അധ്യായത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവജനം കർത്താവിന്റെ നാമത്തിൽ എഴുന്നേൽക്കുക. ഹല്ലേലൂയ. ഇസ്രായേൽ ജനം, ഈജിപ്തിലുള്ള അടിമകളായിരുന്ന ഇസ്രായേൽ ജനം എഴുന്നേറ്റപ്പോൾ എന്ത് സംഭവിച്ചു? അവരുടെ മുമ്പിലുള്ള ചെങ്കടലെ കർത്താവ് 2ആക്കി മാറ്റി, ജോർദാനെ 2ആക്കി മാറ്റി. 114:8 വചനം പറയുന്നു, കർത്താവ് പാറയെ ജലാശയമാക്കി, തീക്കല്ലിനെ നീരുറവയാക്കി. ഹല്ലേലൂയ. പാറ പോലുള്ള പ്രതിസന്ധികളെ മാറണോ? അവിടെ ഒരു നീല ഉറവ തുറക്കപ്പെടണോ? യേശുവിന്റെ നാമത്തിൽ സഹോദര സഹോദരി, നീ ഇപ്പോൾ ആയിരിക്കുന്ന പാപത്തിൽ നിന്ന്, നിരാശയിൽ നിന്ന്, ദുഃഖത്തിൽ നിന്ന് എഴുന്നേൽക്കുക. ബാറൂക്ക് 5:1. നീ ദുഃഖത്തിന്റെയും പീഡനത്തിന്റെയും വസ്ത്രം മാറ്റി ദൈവത്തിന്റെ മഹത്വത്തിന്റെ സാന്നിധ്യത്തിന്റെ ആ അങ്കി എന്നേക്കും അണിയുക. പ്രിയപ്പെട്ടവരെ, ഞാൻ നേരത്തെ പറഞ്ഞ അനുഭവം, ഡേവിസ് എന്ന സഹോദരന് ലോകത്തിന്റെ എല്ലാ വഴികളും അടഞ്ഞുപോയി. പക്ഷെ കർത്താവിന്റെ നാമത്തിൽ എഴുന്നേറ്റപ്പോൾ, യേശു നാമത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗ്ഗം തുറക്കപ്പെട്ടു, കർത്താവിന്റെ സഹായം കടന്നു വന്നു. അപ്പൊ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ എഴുന്നേറ്റ് മുന്നോട്ട് പോകുക. ഇതാ ഏലീശ പ്രവാചകൻ ചോദിക്കുകയാണ്, ഞാൻ നിനക്ക് വേണ്ടി എന്താണ് ചെയ്തു തരേണ്ടത്? മാർക്കോസ് സുവിശേഷം 10:50-51 വാക്യങ്ങളിൽ യേശു ബർത്തമീസിനോട് ചോദിക്കുന്ന അതേ ചോദ്യം, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മുടെ പ്രശ്നങ്ങൾ അറിയണമെന്ന് യേശു ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ശുശ്രൂഷ പങ്കെടുക്കുന്നുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ തന്നെ നമ്മുടെ പ്രതിസന്ധികളെ, വേദനകളെ കർത്താവിനോട് തുറന്ന് പറയുക. ഏലീശായുടെ അടുത്ത് ഈ സഹോദരി തുറന്നു പറഞ്ഞു, പ്രവാചക, ഇല്ലാത്ത പ്രശ്നത്തിലാണ്, കടബാധ്യതയാണ്, ഞങ്ങളുടെ ഭർത്താവ് ഒത്തിരി കടം വെച്ചിട്ടുണ്ട്, അവരിപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ വന്ന്, എനിക്ക് 2 മക്കളാണ്, ആ മക്കളെ അടിമകളായി പിടിച്ചുകൊണ്ടാൻ പോവുകയാണ്. ഇതുമാത്രം വേദനയാണ് പ്രിയപ്പെട്ടവർ. സ്വന്തം ഭർത്താവ് മരിച്ചുപോയി, ഇന്ന് മക്കളെ പിടിച്ചുകൊണ്ടു വന്നിരിക്കും. എന്താണ് ചെയ്യേണ്ടത്? ഏലീശ ചോദിച്ചു, നിന്റെ കയ്യിൽ എന്തുണ്ട്? ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്ന സകല വ്യക്തികളോടും കർത്താവ് ചോദിക്കും, നിന്റെ കയ്യിൽ എന്തുണ്ട്? ഈ സഹോദരി ആലോചിച്ച് പറഞ്ഞു, എൻ്റെ കയ്യിൽ എണ്ണയുണ്ട്. പ്രിയപ്പെട്ടവർ, എണ്ണ എന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? എണ്ണ റെപ്രസെന്റ് ചെയ്യുന്നത് പരിശുദ്ധാത്മാവിനെയാണ്. കർത്താവ് ചോദിക്കുക, നീ സാമ്പത്തികമായി തകർന്ന വ്യക്തിയാണ്, നിന്റെ ജോലി പോയോ,
സ്ഥലം നഷ്ടപ്പെട്ടു പോയോ? സ്വന്തം വീട് വിട്ടുപോയോ? നിന്റെ എല്ലാം നഷ്ടപ്പെട്ടു പോയോ? പക്ഷേ നിന്നിൽ ദൈവകൃപയുടെ എണ്ണ ഇപ്പോഴും ഒഴുകുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ പ്രശ്നമില്ല. ആ എണ്ണ നിന്റെ ജീവിതത്തിലേക്ക് അഭിഷേകവും അനുഗ്രഹവും അഭിവൃദ്ധിയും കൊണ്ടുവരിക തന്നെ ചെയ്യും. വിശ്വസിക്കുന്നവർ കരം വേണ്ടി ശക്തിയോടെ ഹല്ലേലൂയ പറയട്ടെ. സഹോദരി പറഞ്ഞു, എൻ്റെ വീട്ടിൽ എണ്ണയുണ്ട്. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യുക, നിന്റെ വീടിൻ്റെ അടുത്തൊക്കെ കുറെ വീട്ടില് വെറുതെ ഒഴിഞ്ഞ പാത്രങ്ങളുണ്ട്. പ്രിയപ്പെട്ടവർ, നമ്മുടെ ചുറ്റും എന്തുമാത്രം വ്യക്തികളാണ് എണ്ണയില്ലാതെ ജീവിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ 10 കന്യകൾ ഉപമ അതിൽ പറയുന്നു, നല്ല വിവേകമതികളായ കന്യകൾ എന്താണ് ചെയ്തത്? അവർ മണവാളിനെ സ്വീകരിക്കാൻ വിളക്കിനോടൊപ്പം എണ്ണയും കരുതി. വിവേകമില്ലാത്തവർ എന്ത് ചെയ്തു? വിളക്ക് മാത്രം എടുത്ത് എണ്ണയില്ല. ഇന്ന് അനേകം വ്യക്തികളുടെ പ്രശ്നമാണ് എണ്ണ. പരിശുദ്ധാത്മാവില്ല, ദൈവത്തിന് ചൈതന്യമില്ല. ലോകത്തിന്റെ അശുദ്ധിയിലും ആർഭാടങ്ങളിലും എല്ലാവിധ തിന്മകളിലും കണ്ണിനെ കൊടുത്ത് ശരീരത്തെ കൊടുത്ത് പരിശുദ്ധാത്മാവിനെ ഉപേക്ഷിച്ച് എണ്ണ വറ്റി വരണ്ട് കിടക്കുന്ന അവസ്ഥ അവരുടെ ജീവിതങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. പ്രശ്നമുണ്ട്. ദൈവത്തിന് അവിടേക്ക് കടന്നു വരാൻ ബുദ്ധിമുട്ടുണ്ട്. പ്രിയപ്പെട്ടവർ, നീ എന്തുമാത്രം തകർന്ന അവസ്ഥയിലാകട്ടെ, പരിശുദ്ധാത്മാവുമായി നിനക്കൊരു വ്യക്തിബന്ധമുണ്ടോ? അവിടെ കർത്താവിന് പ്രവർത്തിക്കാൻ പറ്റും. അവിടേക്ക് ജീവൻ വ്യാപരിക്കും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒഴിഞ്ഞ പാത്രങ്ങൾ എന്താണ് അതിനർത്ഥം എന്നറിയോ? അനേകം നമ്മുടെ ചുറ്റുമുള്ള ഭവനങ്ങളിൽ വീടുകളിലൊന്നും എന്തില്ല? ദൈവകൃപയില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് ദൈവകൃപയുണ്ടെങ്കിൽ ആ കൃപ പകരണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. പകരുക. എന്താണ് ചെയ്തത്? പ്രവാചകൻ പറഞ്ഞു, നീ ഒഴിഞ്ഞ പാത്രങ്ങൾ വീട്ടിൽ കൊണ്ടുവരിക, മക്കളെയും കൂട്ടി എല്ലാ പാത്രങ്ങളിലേക്കും എണ്ണ പകരുക. ഏറ്റു പറഞ്ഞാൽ എണ്ണ പകരുക, അഭിഷേകം പകരുക, സ്നേഹം പകരുക, നന്മ പകരുക, കൃപ പകരുക, ആത്മീയ നന്മകൾ പകരുക, ഭൗതിക നന്മകൾ പകരുക. അവിടെ അഭിവൃദ്ധി ഉണ്ടായിരിക്കും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ എന്ത് ചെയ്തു? ഈ പ്രവാചകന്റെ ഭാര്യ വീട്ടിലേക്ക് കൊണ്ടു. പ്രവാചകൻ പറഞ്ഞത് സമ്മതിച്ചു, അനുസരിച്ചു. മത്തായി 10:41 വചനം പറയുന്നു, പ്രവാചകനായി അംഗീകരിക്കുന്നവർക്ക്, മാനിക്കുന്നവർക്ക് പ്രവാചകൻ അഭിഷേകമുണ്ട്. നീതിമാനായി സ്വീകരിക്കുന്ന നീതിമാന്റെ കൃപയും അനുഗ്രഹവും ഉണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ഏലീശയുടെ അടുത്ത് വന്ന ഈ പ്രവാചകന്റെ ഭാര്യ നല്ല അഭിഷേകമുള്ള സ്ത്രീ ആയിരുന്നു. പ്രവാചകൻ പറഞ്ഞത് കണ്ണുമടച്ചിങ്ങനെ വിശ്വസിച്ചു. ഇത് എണ്ണ പകരാൻ തുടങ്ങിയപ്പോൾ ഇതാ എണ്ണ വീണ്ടും വരുന്നു, വീണ്ടും പകർന്നു, വീണ്ടും വരുന്നു, വീണ്ടും പകർന്നു, വീണ്ടും പകരുന്നു. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഓരോ ക്രിസ്ത്യാനിയും ചെയ്യേണ്ടത്. അവിടെ അഭിവൃദ്ധി ഉണ്ട്. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരെ നമ്മൾ സഹായിക്കണം. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരെ സ്നേഹിക്കണം. നമ്മൾ ലഭിച്ച കൃപകളെല്ലാം കൊടുക്കാം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നിങ്ങൾ ഈ സമയം കർത്താവിന്റെ സന്നിധിയിൽ വളരെ തീഷ്ണതയോടെ ആയിരിക്കും ആരാധന ശുശ്രൂഷയ്ക്ക് പ്രവേശിക്കുകയാണ്. പ്രിയപ്പെട്ട സജ്ജിച്ച് നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് ഒരിക്കൽ കൂടി കർത്താവിന്റെ സന്നിധിയിലേക്ക് നിങ്ങൾ സാധിക്കുന്ന എല്ലാവരും മുട്ടുകുത്താൻ സാധിക്കുന്നവർക്ക് മുട്ടുകുത്തുക, കരങ്ങൾ കൂപ്പിപ്പിടിക്കുക. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരാം. കർത്താവ് നമ്മുടെ വേദനകളെ കാണുന്നുണ്ട്. 139-ാം സങ്കീർത്തനം കർത്താവ് ഓർമ്മപ്പെടുത്തുകയാണ്. കർത്താവ് നമ്മൾ എഴുന്നേൽക്കുന്നതും ഇരിക്കുന്നതും കിടക്കുന്നതും കരയുന്നതും എല്ലാം കർത്താവ് കാണുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നമുക്ക് തീഷ്ണതയോടെ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളെ സമ്മതമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥന റിക്വസ്റ്റുകളെല്ലാം ഈ കാണുന്ന ഫോൺ നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ചറിയിക്കണം. നമുക്ക് ഒരുമിച്ച് കർത്താവ് നാമത്തെ ഉയർത്താം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. പിതാവേ ആരാധന, നിത്യസത്യമേ ആരാധന, നിത്യാത്മാവേ ആരാധന, നിതാന്ത സ്നേഹമേ ആരാധന. ചേർന്ന് പാടാം. നിത്യപിതാവേ ആരാധന, നിത്യസത്യമേ ആരാധന, നിത്യാത്മാവേ ആരാധന, നിതാന്ത സ്നേഹമേ ആരാധന.
ആരാധന. ജീവിക്കുന്ന ദൈവത്തിന്റെ മുൻപിൽ ഞങ്ങളായിരിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ ശിരസ് നമിച്ച് ആരാധിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവിനെ പകരണമേ. ഞങ്ങൾക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിന്റെ ചൈതന്യം അനേകരിലേക്ക് പകർത്തുവാൻ കർത്താവേ കൃപയുടെ ഉപകരണങ്ങളാക്കണമേ. ആയിരിക്കുന്ന ഇടങ്ങളിൽ സാധിക്കുന്നവർ നന്നായി കരങ്ങൾ അടിച്ച് സ്വാതന്ത്ര്യത്തോടെ നമ്മുടെ ദൈവമായ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. സൃഷ്ടികളെല്ലാം സൃഷ്ടാവിനെ ആരാധിച്ചിടുവിൻ. ഹല്ലേലൂയ. ഭൂവാസികളെ ദൈവപുത്രനെ ആരാധിച്ചിടുവിൻ. In the mighty name of Jesus we pray. സൃഷ്ടികളെല്ലാം സൃഷ്ടാവിനെ ആരാധിച്ചിടുവിൻ. ഭൂവാസികളെ ദൈവപുത്രനെ ആരാധിച്ചിടുവിൻ. അവനല്ലോ ഏകരക്ഷകൻ, അവനല്ലോ ഏകനായകൻ, അവനല്ലോ ജീവദായകൻ, അവനല്ലോ തിരുവോസ്തിരുഭരമുയർത്തി സ്തുതിച്ചു പാടാം. ആരാധന അങ്ങേക്ക് ആരാധന, ആരാധന അങ്ങേക്ക് ആരാധന, ആരാധന അങ്ങേക്ക് ആരാധന, ആരാധന അങ്ങേക്ക് ആരാധന. തിരുച്ചോരയാൽ എന്നെ കഴുകണമേ, തിരുച്ചോര തുള്ളിയാൽ കഴുകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ വീശി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഓ ദൈവമായ കർത്താവേ, ദാനമായി നൽകിയ പൗരോഹിത്യ അധികാരം ഉപയോഗിച്ച് ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ ദാസിദാസനും തിരുരക്തത്താൽ കഴുകപ്പെടട്ടെ. ഓ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുവാൻ ആരാധിക്കുവാൻ തടസ്സപ്പെട്ടിരിക്കുന്ന അന്ധകാര പീഡകളെ, ദുഷ്ടാത്മ ശക്തികളെ യേശുനാമത്തിൽ റോമ 16:20 സമാധാനത്തിന്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ നിങ്ങളെ കാൽക്കീഴിലായി തകർത്ത് കളയും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ യേശുവിന്റെ അത്ഭുത നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. ബന്ധനമഴിയും കെട്ടുകൾ അഴിയും ആരാധനയെങ്കിൽ, കോട്ടകൾ തകരും ബാധകൾ ഒഴിയും ആരാധനയെങ്കിൽ. ബന്ധനമഴിയും കെട്ടുകൾ അഴിയും ആരാധനയെങ്കിൽ, കോട്ടകൾ തകരും ബാധകൾ ഒഴിയും ആരാധനയെങ്കിൽ. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, യേശുനാമത്തിൽ യേശുവചനത്താൽ. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, യേശുനാമത്താൽ യേശുവചനത്താൽ. രണ്ട് കരങ്ങളും ഉയർത്തി മക്കളെ, ജീവിക്കുന്ന ദൈവത്തിന്റെ അത്ഭുത സാന്നിധ്യമുണ്ട്. നീ കണ്ണുനീരോടെ നിലവിളിച്ചാൽ നിന്റെ പ്രാർത്ഥന കേൾക്കുന്ന, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കുന്ന ജീവിക്കുന്ന ദൈവത്തിന്റെ സജീവ സാന്നിധ്യത്തിൽ കരങ്ങൾ ഉയർത്തി വിളിക്കട്ടെ, യേശുവേ. കൃപ, 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 കൃപ. കർത്താവേ, അങ്ങയുടെ കൃപ സമൃദ്ധമായി നമ്മുടെ മക്കളിലേക്ക് പകരണമേ. കൃപ പകരണമേ ഈശോയേ. ഹല്ലേലൂയ. ഈശോ, ഈശോ, ഈശോ. ആരാധന. അനേകം മക്കളുടെ കണ്ണുനീർ ഈ സമയം കർത്താവ് തുടയ്ക്കുന്നു. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 31-16 വാക്യം കർത്താവ് അരുളി ചെയ്യുന്നു, കരച്ചിൽ നിർത്തി കണ്ണുനീർ തുടയ്ക്കുക, നിന്റെ യാതനകൾക്ക് പ്രതിഫലമുണ്ട്.
ശത്രുക്കളുടെ ദേശത്ത് നിന്ന് കർത്താവ് നിന്നെ തിരികെ കൊണ്ടുവരും. നിന്റെ ഭാവി പ്രത്യാശഭരിതമാണ്. അനേക മക്കളിലേക്ക് ഇപ്പോൾ കർത്താവ് അനുതാപത്തിന്റെ കൃപ അയക്കുന്നു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കർത്താവിന് മുമ്പിൽ നമ്മൾ വീഴ്ത്തുന്ന ഓരോ കണ്ണുനീർ തുള്ളികൾക്കും പ്രതിഫലമുണ്ട്. നിന്റെ കണ്ണുനീർ തുള്ളികൾ ശേഖരിക്കുന്ന ഒരു കർത്താവാണ് യേശു. 2000 വർഷങ്ങൾ മുൻപ് യേശു അനേകരുടെ കണ്ണുനീർ തുടച്ച് കഫർനാമിലൂടെ കടന്നുപോയി, ജെറുസലേമിലൂടെ കടന്നുപോയി. അതേ യേശു ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്ന, യൂട്യൂബിലൂടെയും വാട്സപ്പിലൂടെയും കണ്ടിരിക്കുന്ന അനേകം ഭവനങ്ങളിലേക്ക് കടന്നു വന്ന് ആരും അറിയാത്ത, ആരും കേൾക്കാത്ത നമ്മുടെ പ്രശ്നങ്ങളെ ഇപ്പോൾ യേശു ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ കർത്താവ് നമ്മുടെ പ്രതിസന്ധികളിലേക്ക് കടന്നു വരുന്ന സമയം, ശിഷ്യന്മാർ കടലിൽ അകപ്പെട്ടപ്പോൾ 1, 2, 3 യാമത്തിൽ യേശു വന്നില്ല. അവർ പൊട്ടിക്കരഞ്ഞ് കർത്താവിനെ വിളിക്കുന്ന സമയം, അവർ പ്രതീക്ഷിക്കാത്ത സമയത്ത് അവർ ആയിരിക്കുന്ന പ്രതിസന്ധിയുടെ മേൽ ചവിട്ടി നടന്ന് യേശു 4-ാം യാമത്തിൽ കടന്നു വന്നു. പ്രിയപ്പെട്ടവരെ, ഇത് 4-ാം യാമമാണ്. യേശു നമ്മുടെ ജീവിതങ്ങളെ സ്പർശിക്കുന്ന സമയം. പ്രിയപ്പെട്ട സജീവനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അത്ഭുതകരമായ ദൈവകൃപ മക്കളിലേക്ക് ഇപ്പോൾ വ്യാപരിക്കട്ടെ. എലീശ പ്രവാചകന്റെ വാക്ക് കേട്ട് എണ്ണ പകർന്ന വിധയെ പോലെ ഇതാ ഞങ്ങളും ദൈവകൃപ പകരുന്നു. കർത്താവ്, ഞങ്ങളുടെ കുടുംബങ്ങളിലെ സാമ്പത്തികമായ പ്രതിസന്ധികൾ കടന്ന് കരം വരട്ടെ. ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് തന്നെ ഒരു ഉറവ തുറക്കപ്പെടട്ടെ. അത്ഭുതത്തിന്റെ ഉറവ തുറക്കപ്പെടട്ടെ. സൗഖ്യത്തിന്റെ ഉറവ തുറക്കപ്പെടട്ടെ. ഞങ്ങളുടെ സമൂഹങ്ങൾ കർത്താവിന്റെ സ്നേഹത്താൽ പിടിക്കപ്പെടട്ടെ. വിശുദ്ധ കുർബാനയിൽ അകന്നു കഴിഞ്ഞ അനേക മക്കളെ ഇപ്പോൾ കർത്താവ് കാണുന്നു. കർത്താവ് ഇപ്പോൾ സ്പർശിക്കുന്നു. വിശുദ്ധ കുർബാനയോടുള്ള സ്നേഹം നൽകി അനേക യുവജനങ്ങളെ, ദമ്പതികളെ കർത്താവ് അനുഗ്രഹിക്കുന്നു. കർത്താവ്, അഭിഷേകം വ്യാപരിക്കട്ടെ. ലോർഡ്, അനോയിന്റിംഗ് ഗ്ലോറി, മഹത്വം ഇറങ്ങി വരട്ടെ. മഹത്വം ഇറങ്ങി വരട്ടെ. ഈശോയെ, സാന്നിധ്യത്താൽ ഭൂമി കുലുങ്ങട്ടെ. കർത്താവെ, സാത്താൻ കോട്ടകൾ തകരട്ടെ. നിരീശ്വര ചിന്താഗതികൾ തകരട്ടെ. കർത്താവ്, എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളുടെ മേലും കർത്താവ് രക്തം ഒഴുകട്ടെ. കർത്താവേ, പരിശുദ്ധാത്മാവേ ഒഴുകട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സമർപ്പിക്കുന്നു. വചനം കേൾക്കുമ്പോൾ എനിക്കൊരു ഉണർവ് തോന്നുമെങ്കിലും ഞാൻ ഒറ്റയ്ക്കായിരിക്കുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് തളർന്നു പോകുന്ന ഒരു അവസ്ഥ എൻ്റെ ആത്മീയ ജീവിതത്തിലുണ്ട്. എനിക്ക് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ട്, എനിക്ക് ആരാധിക്കാൻ ആഗ്രഹമുണ്ട്, ഈശോയോട് ചേർന്നൊരു വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹമുണ്ട്. കർത്താവേ, പക്ഷേ എൻ്റെ അവസ്ഥ നീ അറിയുന്നുവല്ലോ. 119-ാം സങ്കീർത്തനം 26-ാം തിരുവചനം ഞാൻ എൻ്റെ അവസ്ഥ വിവരിച്ചപ്പോൾ അവിടെ നിന്ന് എനിക്ക് ഉത്തരമരുളി. കർത്താവേ, എൻ്റെ അവസ്ഥ ഇതാണ്, തളർന്നു പോകുന്ന അവസ്ഥയാണ്, മനസ്സ് മടുക്കുന്ന അവസ്ഥയാണ്. എന്നെ കാണണമേ കർത്താവേ, എൻ്റെ മേൽ കരുണ ചൊരിയണമേ കർത്താവേ. ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് കരുണ തോന്നണേ, അലിവു തോന്നണേ, പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. പ്രകാശക പുസ്തകത്തിലൂടെ കർത്താവ് നമ്മോട് അരുൾ ചെയ്യുന്നു, മകനേ, നീ പാപം ചെയ്തിട്ടുണ്ടോ? മേലിൽ ചെയ്യരുത്. ചെയ്തുപോയ പാപങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. മകനെ, പുകഞ്ഞ കൊള്ളി പുറത്ത്, അത് ലോകത്തിന്റെ നിയമമാണ്. കർത്താവ് 99 നീതിമാന്മാർ എന്നതിനേക്കാൾ തിരിച്ചു വരുന്ന ഒരു പാപിയെ തേടി പോകുന്ന കർത്താവാണ്, തമ്പുരാനാണ്. മകനെ, നിന്റെ അവസ്ഥയെക്കുറിച്ച് അനുദപിക്കുക മാത്രം ചെയ്യുക. കർത്താവേ, എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് മാത്രം പറയുക. അത് മാത്രം മതി. കർത്താവ് നിന്നെ സ്വന്തമാക്കിക്കൊള്ളും. ദൈവമേ, ദൈവമേ, ഞാൻ എൻ്റെ അവസ്ഥ ഇതാ ഏറ്റുപറയുന്നു. എൻ്റെ മേൽ കരുണയായിരിക്കണമേ. കരുണ തോന്നണേ, അലിവു തോന്നണേ, പാപി
അനുവദിക്കുന്നില്ലല്ലോ. ഞങ്ങൾക്ക് ആകെയുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഈ മാധ്യമങ്ങളിലൂടെയുള്ള ശുശ്രൂഷയാണ്. ഈ ശുശ്രൂഷയിൽ ഞങ്ങൾ പങ്കെടുക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിലെ ചില നൊമ്പരങ്ങളുണ്ട് കർത്താവെ. ഒരുപാട് കടബാധ്യതയിൽപ്പെട്ട് രോഗപീഠയിൽപ്പെട്ട് കർത്താവെ ശരിക്കും തകർന്നിരിക്കുന്ന അവസ്ഥയാണ് ഞങ്ങളുടേത്. ഞങ്ങളുടെ മേൽ നീ കരുണ വർഷിക്കണം കർത്താവെ. ഞങ്ങളുടെ മേൽ ദയ തോന്നണം കർത്താവെ. മറ്റുള്ളവരുടെ മുൻപിൽ നിങ്ങളെ പരിഹാസകരാക്കരുത് കർത്താവെ. ആഗ്രഹത്തോടെ ഈ മേഖലകളിൽ യേശുവേ യേശുവേ നീ എഴുന്നള്ളി വരണമേ, നീ ഇടപെടണമേ ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ, പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. സഹോദരങ്ങളെ, ഒരു നിമിഷം നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ സ്വസ്ഥമായിരുന്ന് കണ്ണുകൾ അടച്ച് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുക. ദിവികാരുണ്യ ഈശോ, നിങ്ങൾ എവിടെയാണെങ്കിലും, നിങ്ങൾ കേരളത്തിലായിരിക്കാം, നിങ്ങൾ ഗൾഫ് നാടുകളിലായിരിക്കാം, യൂറോപ്പിലായിരിക്കാം, അമേരിക്കയിലായിരിക്കാം, ആഫ്രിക്കയിലായിരിക്കാം, ഓസ്ട്രേലിയയിലായിരിക്കാം, കർത്താവിന് ദൂരം ഒരു വിഷയമല്ല. സമയവും സ്ഥലവും മനുഷ്യർക്ക് ഒരു വിഷയമാണ്. എന്നാൽ കർത്താവിനെ നമ്മെ അനുഗ്രഹിക്കാൻ സമയം, സ്ഥലം അതൊരു വിഷയമല്ല. ആഴമായ നിശബ്ദതയിൽ യേശു നിന്റെ കണ്ണുനീരിലേക്ക്, യേശു നിന്റെ ശൂന്യതയിലേക്ക് ഇറങ്ങി വരുന്ന പുണ്യപ്പെട്ട നിമിഷങ്ങളാണ്. സ്വർഗത്തിൻ്റെ സ്പർശം നിനക്ക് നൽകുന്ന അത്ഭുത നിമിഷങ്ങളാണ്. ആഴമായ നിശബ്ദതയിൽ ഒരു നിമിഷം ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുന്നതിന് മുന്നോടിയായി ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ലോകത്തിന്റെ ഇമ്പങ്ങൾ വേണ്ട കർത്താവേ, ലോകത്തിന്റെ പ്രോത്സാഹനങ്ങളെക്കാൾ കൂടുതലായി കണ്ണുകൾ തുറക്കുക. ദിവികാരുണ്യീശോയെ മാത്രം നോക്കുക. മൊബൈൽ സ്ക്രീനിലൂടെ, കമ്പ്യൂട്ടറിലൂടെ ഈ ശുശ്രൂഷയിൽ ഇപ്പോൾ നീ ആയിരിക്കുമ്പോൾ നിന്റെ ജീവിതത്തെ കർത്താവ് അത്ഭുതകരമായ വിധത്തിൽ സ്പർശിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിന്റെ കണ്ണുനീരെ തുടച്ചു മാറ്റുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. സാധിക്കുന്നവർ കരങ്ങൾ ഉയർത്തുക. ഈശോയെ സ്വതന്ത്രമായിട്ട് സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ഈ കുഴിക്കാട്ടുശ്ശേരി മദർ മറിയം ത്രേസ്യായുടെ തീർത്ഥകേന്ദ്രത്തിലായിരുന്നു കൊണ്ട് കർത്താവ് ഈശോയെ, ഈ ദിവികാരുണ്യ ഈശോയെ, ദിവികാരുണ്യ ഈശോ ഞങ്ങളെ ആശീർവദിക്കുമ്പോൾ എവിടെയാണ് ഞങ്ങളായിരിക്കുന്നത് കർത്താവേ, ഈ മക്കൾ എവിടെ ഇരുന്നു കൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത് ആ ഇടങ്ങളിൽ കടന്നു ചെന്ന് അവരുടെ സ്ഥലങ്ങളെ, ജോലി മേഖലകളെ, അസ്വസ്ഥതകളെ കർത്താവെ വിശുദ്ധീകരിക്കണമേ. കർത്താവെ, അത്ഭുതകരമായ ഡെലിവറൻസ്, അത്ഭുതകരമായ വിടുതൽ ഇപ്പോൾ തന്നെ നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരമുയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ. ഹല്ലേലൂയ. രണ്ട് കരങ്ങളും ദിവികാരുണ്യത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് വിടുതൽ നൽകുന്ന യേശു, മക്കളെ, തകർന്ന ജീവിതങ്ങളെ, തകർക്കപ്പെട്ട ജീവിതങ്ങളെ ഇത് ആശീർവദിക്കുന്നു. കരങ്ങൾ ഉയർത്തി വിളിക്കട്ടെ. പരിശുദ്ധ പരമാ
യേശു അനുഗ്രഹിച്ചിട്ടുണ്ട്. അമ്മയുടെ കൂട്ടായ്മയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഒത്തിരി നന്ദി. പ്രത്യേകിച്ച് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഓർത്തും കടത്ത് നന്ദി പറയുകയാണ്. പ്രത്യേകിച്ച് മറിയം ത്രേസ്യ ചാപ്പലിലുള്ള എല്ലാ സിസ്റ്റേഴ്സിനെയും സ്നേഹത്തോട് ഓർക്കുന്നു. ഇത് വലിയ അത്ഭുതമാണ് ഇവിടെ ശുശ്രൂഷ ചെയ്യാൻ സാധിച്ചതും നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ നാമത്തെ ഉയർത്താൻ സാധിച്ചതെല്ലാം. വളരെ സ്നേഹത്തോടെ ഞങ്ങൾ കുറേ മാസങ്ങളായി മറിയം ത്രേസ്യയുടെ അടുത്ത് ഇടയ്ക്ക് വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ഞങ്ങളുടെ ഒരു പവർ ഹൗസാണ് ഇവിടെ. ഇവിടുത്തെ സിസ്റ്റേഴ്സൊക്കെ വളരെ സ്നേഹത്തോടെയാണ്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങൾക്കൊരു ആത്മപ്രേരണ ലഭിച്ചത്. സിസ്റ്റേഴ്സിന് വലിയ സ്നേഹത്തോടെ നന്ദി പറയുന്നു. പ്രിയപ്പെട്ട സജുച്ചിന് നന്ദി പറയുന്നു. കൂടെ നമ്മൾ പ്രിയപ്പെട്ട ആൻഡ്രൂസ് പിതാവിനും തട്ടിപിതാവിനും സ്നേഹത്തോടെ ഓർക്കുന്നു. ഞങ്ങളുടെ കരിസ്മാൻ ഡയറക്ടർ അച്ഛൻ സജീവച്ചനെയും ഞങ്ങളുടെ പ്രിയപ്പെട്ട അച്ഛൻ ആൻഡുച്ചിനെ പറയുന്ന അച്ഛനെല്ലാം ഓർക്കുകയാണ്. കർത്താവ് സംബന്ധമായി അനുഗ്രഹിക്കട്ടെ. അടുത്ത ലൈവ് ശുശ്രൂഷയുടെ ഡേറ്റ് എല്ലാം അറിയിക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.